സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. രാവിലെ തന്നെ എങ്ങോട്ടാ എഴുന്നള്ളുന്നേ? എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഇറങ്ങാനാ പറഞ്ഞേ. എടാ, 1 മണിക്കൂർ ഞാൻ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാ. ശരിയെന്നാ കേറ്. നിന്നെ കൊണ്ട് എപ്പോഴും ശല്യമാണല്ലോടി. സമാധാനമായിട്ട് പോകാൻ സമ്മതിക്കില്ല. ഒരു കല്യാണം കഴിച്ച് കുടുംബവും കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കാതെ എന്തിനാണ് ഈ ഡയറക്ഷൻ ഒക്കെ? എന്റെ അമ്മോ, കല്യാണം, കുടുംബം, കുട്ടികള് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി. അല്ല, ഇന്നാരാ നിന്റെ ഇര? ഏതോ ഒരു NRI പ്രൊഡ്യൂസർ. ഇത് കൊള്ളാലോ. പ്രൊഡ്യൂസർ നല്ല വെയിറ്റ് ഉള്ള ആളായിരിക്കും. അയാളുടെ മകനെ തന്നെ ഹീറോ ആക്കുകയും ചെയ്യും. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ ആൾക്കാരെ പറഞ്ഞാ മതി. ആ, എവിടെ പോയാലും ലവ് സ്റ്റോറി വെച്ച് മനുഷ്യന്റെ ജീവൻ എടുക്കുക. പുതിയ ലവ് സ്റ്റോറിക്ക് എവിടെ നിന്ന് ഉണ്ടാക്കാനാ? പുതിയ ഹീറോയ്ക്ക് ഇൻട്രോ ചെയ്യാൻ ലവ് സ്റ്റോറി, പുതിയ ഹീറോയിന് ലവ് സ്റ്റോറി, ഡയറക്ടർ, പ്രൊഡ്യൂസർ. വെറുതെ സംസാരിച്ച് ക്ഷീണിക്കണ്ട, തലകറങ്ങി താഴെ വീഴും. എടാ, ഇവിടെ മതി. നിർത്ത്. ഓഫീസ് എത്തി. സിനിമാ കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ കമ്പനി പോലെ ഉണ്ടല്ലോ. ആ, അവർക്ക് സോഫ്റ്റ്വെയർ കമ്പനിയുണ്ട്. അതൊക്കെ പോട്ടെ, ഇവരോട് ഏത് കഥയാ പറയാൻ പോകുന്നേ? ലവ് സ്റ്റോറി. അമ്മോ, ഓൾ ദ ബെസ്റ്റ്. എടാ, വൈകുന്നേരം വന്ന് പിക്ക് ചെയ്തേക്കണേ. ആ, വരാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്താ? അത് ഞാൻ സ്റ്റോറി പറയാൻ വേണ്ടി. റൈറ്റ്. ഇരിക്കൂ. ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കാനുള്ള എന്തെങ്കിലും കഥയുണ്ടോ കയ്യില്? സോ 1 ലൈൻ പറ. ഇഷ്ടപ്പെട്ട ഫുള്ളായിട്ട് കഥ കേൾക്കാം. 1 ലൈൻ എന്ന് പറഞ്ഞാ ഇത് സ്ക്രീൻ പ്ലേയുടെ ഭാഗമാണ് സർ. ഡയലോഗിന്റെ ഒപ്പം പറഞ്ഞാൽ നന്നായിരിക്കും. 1 ലൈൻ മാത്രം പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. താൻ പറയേ, ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ പറയാം. ശരി സർ. കാലം മുറിവിനെ ഉണക്കും, ഇതാണ് കോൺസെപ്റ്റ്. പ്രണയം ഇല്ലാതായാൽ അതിന് ലോകാവസാനിച്ചൊന്നും അർത്ഥമില്ല. അതിന്റെ ചൂടാറാൻ കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ. എന്താ നെഗറ്റീവ് എൻഡിങ് ആണോ? അതായത് ലാസ്റ്റ് വേറെ പെണ്ണിനെ പ്രേമിക്കുന്ന പോലെ കാണിക്കാം. നോയാ, നോക്ക്, നമ്മൾ ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കാനാ നോക്കേണ്ടത്. അതുകൊണ്ടാണ് തനിക്ക് ഞങ്ങൾ ഈ ചാൻസ് തന്നിരിക്കുന്നത്. സത്യമല്ലേ? ഒരു ഗുഡ് ലോഞ്ചിങ് വേണ്ടേ? അതെ സർ. ലവ് സ്റ്റോറി, ആക്ഷൻ, റൊമാൻസ്, സെന്റിമെന്റൽ, ഫാമിലി ഡ്രാമ, ഫോർമുല. ഇങ്ങനെ നോക്കാതെ ആ ഫോർമുലയിൽ ഒരു വെറൈറ്റി വേണം. അങ്ങനെ ഒരു സ്റ്റോറി എഴുതിയിട്ട് ഇനി പോര്, ഇൻഡസ്ട്രിയെ നമുക്ക് മാറ്റിമറിക്കാം. ശരി സർ. ഡോണ്ട് ലൂസ് ഹോപ്പ് ലേഡി. ഈ ഗെയിം മാറ്റാൻ പറ്റുന്നില്ലല്ലോ. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. സാർ പറഞ്ഞ എലമെന്റ്സ് വെച്ച് എന്റെ ഒരു കഥയുണ്ട്. ഗെയിമാടാ, കേട്ടു നോക്കാം. ടെൻഷൻ കാരണം മറന്നുപോയതാ. ഒരു 5 മിനിറ്റ്സ് സമയം തരണം. ഫസ്റ്റ് സീൻ പറയാം, അത് ഇഷ്ടപ്പെട്ട അടുത്ത സീൻ പറയാം. നമ്മുടെ ആള് ഭയങ്കര ഹാൻസം ആണ് സാർ. നമ്മുടെ ഹീറോ ഒരു റേഞ്ചില് സ്ക്രീൻ പ്രസൻസ് ഉണ്ടാവില്ലേ? അതെ. നമ്മുടെ കഥയിലെ ഹീറോ മാസ് സ്വിമ്മറാ. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഡൈവ് ചെയ്യും. അത് കാണുമ്പോ തിയേറ്ററിലെ പെമ്പിളരൊക്കെ ഇളകും. അതായത് പയ്യനത്ര ഹാൻഡ്സം ആയോണ്ടാ കാണുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു ഹാൻഡ്സം ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു ഹീറോ റുട്ടീനായി ഒരു റിച്ച് കോളേജില് പുതിയതായി ജോയിൻ ചെയ്യുന്നു. വേറെ വഴിയില്ലല്ലോ. അതെ, വഴിയില്ല. നമ്മുടെ ലവ് സ്റ്റോറിയിൽ ഇങ്ങനെ ഒരു പയ്യനുള്ളപ്പോ റുട്ടീനായിട്ട് ഒരു പെണ്ണും കാണണമല്ലോ. അങ്ങോട്ട് നോക്കിയേ, ഒരടിപൊളി പെണ്ണ്.
ദേവലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ. നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ അന്വേഷിച്ചു നോക്കിയാലും ഇതുപോലൊരു പെണ്ണിനെ കാണാൻ കിട്ടില്ല. വേറെ വഴിയില്ല. മുംബൈയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തല്ലേ. എക്സ്ക്യൂസ് മീ, ഞാൻ മുംബൈന്നല്ല വരുന്നേ, ചെന്നൈന്നാ വരുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ, എവിടുന്നോ ആവട്ടെ. അങ്ങനെ സുന്ദരിയായ ഒരു പെൺകുട്ടി റുട്ടീനായിട്ട് നമ്മുടെ ഹീറോ ജോയിൻ ചെയ്ത റിച്ച് കോളേജിൽ ജോയിൻ ചെയ്യുന്നു. സോറി ബോസ്, സോറി. ജോയിൻ ചെയ്താൽ മാത്രം മതിയോ? ആ പെണ്ണിനെ കണ്ടതും അവൻ ഫ്ലാറ്റ്. ചിരിക്കും താരകേ താനേ തിളങ്ങും ദീപികേ നീയേ മനസ്സിനാകവേ താരേ മണ്ണിൽ വീണതോ ദിനവോ നീ കനവോ നീർമണിയോ മാന്തളിലൊത്തൊരു പൂങ്കനവോ തേനൊളിയോ നീർമണിയോ കാമകലാനിധിയോ നീ കനിയോ തേൻകനിയോ ദേവസമാതല മോഹിനിയോ ആരതിയോ നീരതിയോ പ്രേമ തപസ്സിനിയോ യൗവനമോ. എടാ റിപ്പോർട്ടിംഗ്സ് എല്ലാം എന്താ ഇവിടെയാണെന്നാ എനിക്ക് തോന്നുന്നത്. നിനക്കറിയില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിയോ? നീ നേരെ നോക്ക്. അല്ലെങ്കിൽ പുള്ളിയോട് ചോദിക്കാം. വാ. ഹലോ ഹലോ, ദിസ് ഈസ് നന്ദകൃഷ്ണ. ഷോർട്ടായിട്ട് നന്ദു എന്ന് ഞാൻ വിളിക്കും. മെറിൻ രാജ്, ഷോർട്ടായിട്ട് മെറിൻ എന്ന് വിളിക്കും. ഇതെന്താ മൈൻഡിലേത് പോകുന്നേ? ബോസ് 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 ഏയ് ബോസ് ഒന്ന് നിൽക്കുന്നേ. ബോസ് ഒരു മിനിറ്റ്. ബോസ് ബോസ് ബോസ്. അതായത് ഈ ക്യാമ്പസ് മാപ്പിലുള്ളതുപോലെ റിപ്പോർട്ടിംഗ് ലാബ് ലൈബ്രറി അടുത്തല്ലേ ഉണ്ടാവേണ്ടത്, ശരിയല്ലേ? ആഹാ, അവിടെ എങ്ങനെയാടാ വരുന്നത്? കമ്പ്യൂട്ടർ സയൻസിന്റെ ബിൽഡിംഗിന്റെ അടുത്താന്നല്ലേ പറഞ്ഞത്? അല്ലടാ, ലൈബ്രറിയുടെ അടുത്താ. ലൈബ്രറിയുടെ അടുത്തോ? എവിടെ? നോക്കട്ടെ. ക്യാൻറ്റീൻ അടുത്താ, പോയി നോക്ക്. ശേ, അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ഈ പെമ്പിള്ളേര് വാഷ്റൂമിൽ കയറി 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇറങ്ങില്ല. ഭംഗിക്കാണെങ്കിൽ ഒരു കുറവുമില്ല. ഈ മേക്കപ്പിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എടാ, ദേ നമ്മുടെ ബോസ്. ഹേയ്, ബോസ് ക്യാമ്പസ് മാപ്പ് പോലും നോക്കാതെ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞെന്ന് സമ്മതിച്ചിരിക്കുന്നു. ശരിയാ. ദേ നോക്കി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോസ് എന്ന് വിളിക്കില്ല. എനിക്കിത് ഇഷ്ടമല്ല. കോൾ മീ സന്ദീപ്. മലയാളം പേരോ? മലയാളി ആയതുകൊണ്ടാ ഈ പേര്. വാട്ട് അബൌട്ട് മീറ്റ് അവർ ന്യൂ ഫ്രണ്ട്? ഹേയ്, ദിസ് ഇസ് നീതു, നീലിമ സേതു. നമ്മുടെ കോളേജിൽ മലയാളികൾ ആരും ഇല്ലേ? ബോസ് ബോസ് എന്തായി എന്തായി പറയുന്നേ? പറയുന്നേ? ഞങ്ങൾ ഞങ്ങൾ പ്യൂർ pure മലയാളികളായിരുന്നു. എന്നിട്ടാണോ ഈ പേര്? എന്തോന്നാ ബോസേ, ഇവിടെ നോർത്ത് ഇന്ത്യൻ പേരാ ഫാഷൻ. അറിയില്ലെന്ന് തോന്നുന്നു. ശരി പോട്ടെ, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? ഇപ്പൊ ഇവന് മനസ്സിലായി കാണോ? നിന്നോട് പറഞ്ഞില്ലേ, അപ്പ മനസ്സിലായി കാണും. എന്നാ നിനക്ക് പറയാമോ? ഓൾറെഡി നിന്നോട് പറഞ്ഞത്. ഞാൻ അത് തന്നെയാ നിന്നോട് ഞാനും പറഞ്ഞത്. പറഞ്ഞതാ. നീ അത് മനസ്സിലാക്കണ്ടേ? Chill. ഈ അടുത്തൊന്നും ഇറങ്ങുന്ന ലക്ഷണമില്ല. വാ പോവാ. ഫസ്റ്റ് ഡേ ക്ലാസ്സെങ്കിലും അറ്റൻഡ് ചെയ്യാം. അതിരിക്കട്ടെ, പെങ്കൊച്ചിനെ എവിടെ കൊണ്ടാക്കി? ഞാൻ പറയാം. ക്യാൻറ്റീനില്ല. അതിപ്പോ ക്യാൻറ്റീനിൽ നിന്നാണോ പെങ്കൊച്ചുകളെ കിട്ടുന്നത്? നീ എന്താണ് ഈ പറയുന്നത്? ഇപ്പോഴത്തെ ട്രെൻഡ് ഒക്കെ ക്യാൻറ്റീനിലെ കോഫിയുടെ ഒക്കെ അല്ലേ? അപ്പൊ പിന്നെ ഡിസ്കോയോ? ബൈ ദ വേ, ഇറ്റ്സ് സന്ദീപ്. സന്ദീപോ? സന്ദീപ് പോരാ, സഞ്ജു കൊള്ളാം. നോർത്ത് ഇന്ത്യ പേരാ. നീ പേര് മാറ്റുന്ന ആളാണോ? ചേരാൻ ചിരിക്കും താരകേ താനേ തിളങ്ങും ദീപികേ നീയേ മനസ്സിനാകവേ താരേ മണ്ണിൽ വീണതോ നിനവോ നീ കനവോ നീർമണിയോ മാന്തളിലൊത്തൊരു പൂങ്കനവോ തേനൊളിയോ നീർമണിയോ കാമകലാനിധിയോ നീ കനിയോ തേൻകനിയോ ദേവസമാതല മോഹിനിയോ ആരതിയോ നീരതിയോ പ്രേമ തപസ്സിനിയോ യൗവനമോ. ആരു മനസ്സാകെ തേൻ കടന്നലാണേ നീ വിളിച്ചതാണോ പൂവെറിഞ്ഞതാണോ ചേലായി ചിരിക്കും താരകേ താനേ തിളങ്ങും ദീപികേ നീയേ മനസ്സിനാകവേ താരേ മണ്ണിൽ വീണതോ നിനവോ. Good afternoon, students. Good afternoon, sir. I am prepared the lab list. Nanda Kumar, 20. Sunil Kumar, 5. Tanvi Nidu, 17.
Madhu Naveen, 4. ഞാനും മേഘത്തേരിലേറി പോകും ലോകം സ്നേഹവീണാതി വീട്ടും വാനം പൂത്ത പൂവാടി വേണം തീരം ചേർത്ത ചേലോടെ പോണം കേടാതെ നന്നാണ് ലോകം വിടാതെ കൂട്ടാണ് ദാഹം കിനാവേ നിമായ ലോകം ചില നേരേകീനാദേവി ചേർത്തോരീണം കലാദേവി തന്ന ദാനം വിടാതായി പ്രേമഗാനം നിസമഗ ഞാനുമെടുത്താണേ സ്നേഹമൊഴിയാണേ പ്രേമ മനസ്സോടെ ഞാനും ക്ഷണിച്ചാലോ നിന്റെ പേരെന്താ? പേര് പറയണേ. പറയ്, നിന്റെ പേരെന്താന്ന് പറയ്. അയ്യോ കൊച്ചെ കരയില്ലേ 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 ചോദിക്കല്ലേ ചോദിക്കല്ലേ ദേവി ഇത് കരയില്ലേ വാടാ നമുക്ക് പോവാം എന്റെ വർക്ക്ഷീറ്റ് എന്തുപറ്റി? എന്തിനാ കരയുന്നേ? കാര്യം പറ. എന്റെ അച്ഛൻ എന്നെ കൈ എന്തെങ്കിലും കൊണ്ടായിരുന്നോ? അല്ലെ കാലും കൊണ്ടായിരുന്നോ? സോറി സോറി സോറി. 100 മാർക്കിൽ 1 മാർക്ക് കുറഞ്ഞ എന്റെ അച്ഛൻ എന്നെ ജീവനോട് വെച്ചേക്കില്ല. നീ കാരണം ഞാൻ ഒരു ലാബ് ടെസ്റ്റിൽ പോലും പാസ്സാവുന്നു തോന്നുന്നില്ല. എന്റെ കുട്ടി ഇങ്ങനെ കരയല്ലേ? നമുക്ക് ഇതിന് വഴി ഉണ്ടാക്കാം. പ്ലീസ് കരയല്ലേ കരയല്ലേ? ഞാനിതിന് വഴി ഉണ്ടാക്കാം. പ്ലീസ് കരയല്ലേ പ്ലീസ്. പ്രശ്നം ഗുരുതരമാണ്. ഇപ്പൊ ശരിയല്ലേ? ഓക്കെ 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 ഞാൻ മാറ്റി വരയ്ക്കാം. മാച്ചു കരയല്ലേ പ്ലീസ് കരയല്ലേ. പ്രേമങ്ങ് തലയ്ക്ക് പിടിച്ചിരിക്കുക. ഇതിന് മരുന്നൊന്നുമില്ലേ? അല്ല, കണ്ട ഉടനെ എങ്ങനെയായി പ്രേമിക്കുന്നേ? അറിയാത്തോണ്ട് ചോദിക്കേ. ഇത് നേരെ പോകുന്നു തോന്നുന്നില്ല. ഇതൊരു തരം പ്രേമപ്പനിയാ. അല്ല, ഭംഗിയുണ്ടെങ്കിൽ അങ്ങ് കയറി പ്രേമിക്കോ? മനസ്സിന് റോളൊന്നുമില്ലേ? അതൊക്കെ ഉണ്ടായിട്ട് വേണ്ടേ? അത് പിന്നെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ? വേറെന്ത് ചെയ്യാനാ? നേരെ കൊണ്ടുപോയി പരിചയപ്പെടുത്തണം. ഇതൊക്കെ സ്വഭാവം മാറ്റിക്കരുത്. വിടാനല്ലേ പറഞ്ഞത്? വേണ്ട പറയുന്നതൊക്കെ എന്റെ ഫ്രണ്ട്സിനെ നിനക്ക് പരിചയപ്പെടുത്തിയില്ലല്ലേ? നോ വാ. എന്തുപറ്റി? This is Nandu. ഹായ് ഐ ആം തൻവി. ഇറ്റ്സ് ആക്ച്വലി നന്ദകൃഷ്ണ. ഓക്കേ This is Merit. ഹായ്. ഞങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്. നമുക്ക് പിന്നെ കാണാം. ഓക്കെ ബൈ. ഇങ്ങോട്ട്. എന്തു ചേട്ടാ? എന്താ നീ നോക്കുന്നേ? ബ്ലഡ് മാർക്സ് വല്ലതും ഉണ്ടോന്ന് അടി, ഇവിടെ എങ്ങനെയാ ബ്ലഡ് മാർക്ക് ഒക്കെ വരുന്നേ? വാ, വേഗം വാ. സാൻഡ്വിച്ച് കഴിക്കുന്നോ? അടിപൊളിയാ. ചോട്ടോ 3 ചിക്കൻ സാൻഡ്വിച്ച് ചൂടായിട്ട്. സോറി ഗൈസ്, അവളെ കണ്ടപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാതായി പോയി. ഐ ആം പാനിക്ഡ്. സോറി. ഇങ്ങനെ പേടിക്കാൻ തുടങ്ങി എങ്ങനെയാടാ? പിന്നെ എങ്ങനെയാടാ പെൺപിള്ളേർ വരുന്നത്? ശരിക്കും ഒരു സില്ലിയ. പെമ്പിള്ളാരെ കാണുമ്പോ നാണം വരുന്ന ഒരുത്തനെ ആദ്യമായിട്ടാ കാണുന്നത്. അതൊരു പെണ്ണ, അല്ലാതെ ബോംബല്ല. അതെ, പെണ്ണുങ്ങളെക്കാൾ നല്ലത് ബോംബാ. ഞാൻ പെണ്ണുങ്ങളെ കുറിച്ചാ പറഞ്ഞ, നീ വിഷമിക്കണ്ട. What do you mean? അതല്ല, പെണ്ണുങ്ങളുടെ അടുത്ത് കോംപ്ലിക്കേഷൻ കൂടുതലാ. എന്നോട് കോംപ്ലിക്കേഷൻ ഉണ്ടോ നിനക്ക്? നിന്നോടില്ല എന്റെ പൊന്നോ. ആ, ശരി അളിയ, വേറെ വഴിയില്ല. പറയാം, എഴുതിയെടുത്തോ. ഇപ്പോ നീ ആ പെണ്ണിനെ എനിക്ക് പരിചയപ്പെടുത്തും. നെക്സ്റ്റ് എന്താ? അവൾ എപ്പോഴെങ്കിലും കരഞ്ഞാൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കണം. കരഞ്ഞാൽ കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. സോ കൊതി തീരുന്നവരെ കണ്ടോണ്ട് നിൽക്കാനുള്ള ഓപ്ഷന് നഷ്ടപ്പെടും.
ഇപ്പോ ഒരു ഭംഗിയുള്ള പെൺകുട്ടി ക്യാമ്പസിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആണായിട്ട് പറഞ്ഞ ഒരുത്തനെങ്കിലും കമന്റ് അടിക്കോ കമന്റ് അടിക്കാതിരിക്കോ? കമന്റ് അടിക്കും. അതങ്ങനെ ആയിരിക്കണമല്ലോ. അങ്ങനെ ചെയ്താൽ നമ്മൾ മിണ്ടാതിരിക്കോ? നമ്മളുടെ റിയാക്ഷൻ അത്ര നന്നായിരിക്കില്ലല്ലോ. നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് എന്റെ പൊന്നു ബോസേ പെണ്ണുങ്ങളെ കമന്റ് അടിക്കുന്നത് തെറ്റല്ലേ എന്ന് പറയും. അത് ചോദിക്കാൻ നീ ആരാടാന്ന് അവൻ ചോദിക്കും. അവൻ ചോദിക്കുന്നത് കാര്യം തന്നെയാ. പക്ഷേ നമ്മൾ പിൻവാങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഡാമേജ് ആവില്ലേ? ഒന്ന് ഓങ്ങി അങ്ങ് കൊടുക്കും. അപ്പൊ അവൻ ചുമ്മാതിരിക്കോ? അവ രണ്ടുപേരെയും കൂട്ടി വരും. നമ്മളൊരു 3 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലും. 8, 16, 32 അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോളേജിലുള്ള പകുതി പേര് ശത്രുക്കളായിട്ട് മാറും. ഈ ഫേസിന് അത്ര എനിമീസിന്റെ ആവശ്യമുണ്ടോ? ശരി ആയിക്കോട്ടെ, ആ സുന്ദരിയായ പെൺകുട്ടിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യാം. അവളത് അർഹിക്കുന്നുണ്ടെന്നും വച്ചോ. ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് ചക്കരെ ഡാർലിംഗ് നിനക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്തു, ഇനി നമ്മുടെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചാൽ പെണ്ണല്ലേ സഞ്ജു യു ആർ മൈ ഫ്രണ്ട് അങ്ങനെ പറയും. അതും പോട്ടെന്ന് വെക്കാം. ഇന്നോ നാളെയോ നമ്മുടെ അടുത്ത് തിരികെ വരുമെന്നുള്ള ചെറിയ കോൺഫിഡൻസ് എങ്കിലും ഉണ്ടാവും. ക്യാൻ യു ബൈ ചാൻസ് പെർ സപ്പോസ്? അയ്യോ സഞ്ജു എന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് ബ്രദർ ഇല്ലാത്ത കുറവ് നീയാ മാറ്റിയത്. ഐ വിഷ് ഐ ഹാഡ് എ ബ്രദർ ലൈക്ക് യു. അങ്ങനെ പറഞ്ഞ പിന്നീട് ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നാണോ? കൂളായിട്ട് പോകേണ്ട എന്റെ ലൈഫില് ഈ കോംപ്ലിക്കേഷൻ ആവശ്യമാണോ? ഞാനിങ്ങനെ എന്റെ 2 കണ്ണും ചിന്തകളുമായിട്ട് ആസ്വദിച്ചിങ്ങനെ ജീവിച്ചു പൊക്കോളാം. ചോട്ടു സാർ ഇതാ ചിക്കൻ സാൻഡ്വിച്ച് ചൂടാ. ഇതാ ചേട്ടാ അയ്യോ ചേട്ടാ ഡാടാ എന്താടാ ഇത്? നീയൊക്കെ എന്താ കാണിക്കുന്നത്? ആരെങ്കിലും കണ്ട എന്താ നിന്നെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ കഴിയുന്നേ? എങ്ങനെ? ഹൗ? ശരിക്കും നീ മൈൻഡ് ബ്ലോയിങ് ആ. ഈ ചെറു പ്രായത്തിൽ നിനക്ക് ഇത്ര ബുദ്ധിയോ? പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിലും ആവാം. എനിക്കാണെങ്കിൽ എന്റെ വീട്ടിൽ എന്നെക്കാൾ മൂത്തൊരു ചേച്ചിയുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് നേരത്തെ മെച്ചൂരിറ്റി വന്നു. നിങ്ങൾക്ക് സമയം വരും. വേഗം വാ. ആ പെൺകുട്ടി പോയില്ലേ? ഞാൻ ആലോചിച്ച തന്നെയാണോ നിങ്ങൾ ആലോചിച്ചത്? അപ്പൊ നീ തന്നെയാണോ ആലോചിച്ചേ? ഇവൾക്കല്ലേ ഈവിൾ തോട്ട്സ് ഒക്കെ വരുന്നത്. വാ പോവാ. സന്ദീപ് സാർ തന്റെ പാർട്ണർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇന്നു മുതൽ തന്റെ ലാബ് പാർട്ണർ വേറെയാ. സാർ ഞാനല്ലേ കൃത്യമായിട്ട് തന്നെ നോ, ചെയ്യുന്നു. പുതിയ ലാബ് പാർട്ണർ. Shall we start? യാ By the way, I'm Tanvi. എന്തുകൊണ്ടാണ് കാണിക്കുന്നത്? സോറി ബോസ്. സോറി ബോസ്. ഇവളായിരുന്നു. I'm Tanvi. ഹായ് പറഞ്ഞ ഹലോ പറയണമെന്നുള്ള മാനേഴ്സ് പോലും ഇല്ല എനിക്ക്. സോറി ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് യു. ഹായ് ഐ ആം സഞ്ജു. ഹായ്. അതെ, എന്തിനാ തടിച്ച് കരയിച്ചത്? ഞാനൊന്നും ചെയ്തില്ല. അവളാ ചുമ്മാ കരഞ്ഞത്. ശരി, എന്നോട് സംസാരിക്കുമ്പോ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. ആ പേപ്പർ എടുത്തേ. പേ അറ്റൻഷൻ. ഓക്കേ. ഗോഡ്. അയ്യോ കണ്ടു. അതെ എനിക്ക് നീ പറഞ്ഞ് മനസ്സിലായി. ഇതൊക്കെ നിങ്ങളുടെ പണിയായിരുന്നു. എന്തായി പറയുന്നത്? വാട്ട് ആർ യു ടോക്കിംഗ്? പാർട്ണർ ശരിയല്ലെന്ന് കംപ്ലൈന്റ് ചെയ്തു, പാർട്ണർ മാറ്റി. ക്ലാസ്സിൽ അത്രയും പേര് ഉണ്ടായിരുന്നിട്ട് അവള് മാത്രം എങ്ങനെ എന്റെ പാർട്ണറായ? ഞാനല്ലേ പാർട്ണർ മാറ്റാൻ പറഞ്ഞു. അങ്ങനെ വരട്ടെ. അപ്പൊ നീയായിരുന്നല്ലേ ഇതിന് പുറകില്? നിന്റെ പണി തീർത്താൽ എല്ലാ പ്രശ്നവും അവിടെ തീരും. അല്ലാതെ ഈ പ്രശ്നം തീരുമെന്ന് തോന്നുന്നില്ല. നിന്നെ അയ്യോ, തനിക്ക് മാനേഴ്സ് ഇല്ലെന്ന് മാത്രം ഞാൻ കരുതിയത്. ഇതിപ്പോ ബേസിക് ആയിട്ടുള്ള ഡീസൻസി ഇല്ലേ? നല്ല പയ്യനൊക്കെ തന്നെയാ, ഇടയ്ക്ക് ചെറുതായിട്ട് എക്സൈറ്റ് ആവും. അതിരിക്കട്ടെ, ഏതാ നാട്? ഞാൻ ഏത് ഹൈദരാബാദാ. അത് തന്നെ, ഹൈദരാബാദിൽ എവിടെയാന്ന്? മാതാപൂർ. ഓ, റിയൽ എസ്റ്റേറ്റിൽ പണം സമ്പാദിക്കുന്ന അച്ഛനാണല്ലേ? ദേ നോക്ക്, നീ വല്ലാണ്ട് ഓവർ ആവുന്നുണ്ടേ. അതിരിക്കട്ടെ, നിന്റെ ഏരിയ ഏതാ? ഞങ്ങളുടെ കയ്യിൽ തുടക്കം മുതലേ പണമുണ്ട്. ബഞ്ചാര ഹിൽസ്. ബഞ്ചാര. സ്കൂളിംഗ് ഒക്കെ എവിടെയാ? HPS. ഏത് ഹൈദരാബാദ് പബ്ലിക് സ്കൂളോ? ഞാനും ആ സ്കൂളാ. ഏത് ഇയറാ പാസ് ഔട്ട് ആയേ? 2008. അത് ശരി, ഞാനും അതേ ഇയറാ. എന്റെ അറിവിൽ എന്റെ ക്ലാസ്സിൽ ഇത്രയും സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നില്ലല്ലോ. ആ സമയത്തൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കുറച്ച് നാണം കുടുങ്ങിയായിരുന്നു. സൈലൻസ്. സന്ദീപ്. തൻവി,
Get up. What is the capital of India? I said silence. Tanvi, don't cry. I just asked what is the capital of India. Why are you laughing? I said silence. നീയോ? നീയായിരുന്നോ? നീയായിരുന്നോ? മോനെ സഞ്ജു, മോളെ തൻവി, ക്ലാസ്സിന് സമയമായി പോയാലോ? ഓക്കെ. Yeah, sure. ഓ ഓ കേടാതെ നന്നാണ് ലോകം, വിടാതെ കൂട്ടാണ് ദാഹം, കിനാതെ നീമായ ലോകം, ചിരനേരേ കിനാദേവി ചേർത്തൊരീണം, കലാദേവി തന്ന ദാനം, വിടാതായി പ്രേമഗാനം, നിസമക ഫൈറ്റ് എന്ന് പറഞ്ഞ അന്നത് ഭയങ്കര തമാശയായിരുന്നു. അത് ശരിയാ. തുളസി, ഞാനും അടുത്താണേ, സ്നേഹമൊഴിയാണേ, പ്രേമ മനസ്സോടെ ഞാനും ക്ഷണിച്ചാലോ. 3 കോഫി. And you were staring at me like, I was just crazy. And then I stopped smiling for everything. നല്ല ഫിഗർ ആണല്ലോടാ. അളിയാ, നിനക്ക് നമ്മുടെ ക്ലാസ്സിലെ പെമ്പിള്ളേരല്ലാതെ മറ്റുള്ള ക്ലാസ്സിലെ പെമ്പിള്ളേരാണ് ഭംഗിയെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരിയാടാ അളിയാ. പണിയായടാ സന്ദീപേ. അതിനിപ്പോ അടുത്തുള്ള ക്ലാസ്സിൽ പോയിരിക്കാൻ പറ്റുമോ? എടാ, അതിനല്ലേ കണ്ണു തന്നിരിക്കുന്നേ. ക്ലാസ്സിൽ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടായാ പിന്നെ പോവാതിരിക്കോ? എങ്ങനെ പോവാതിരിക്കും? ഉറപ്പായും പോകും. എക്സ്ക്യൂസ് മീ ബോസ്. ഏത് ഇയറാടാ? ഫസ്റ്റ് ഇയർ. ആണല്ലോ. മിണ്ടാതെ അവിടെ ചെന്ന് ഇരിക്കാൻ നോക്ക്. ഓക്കെ. നമുക്ക് ഒരു ചെറിയ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഉണ്ട്. പോവാം. Idiots. തുടങ്ങി. എന്റെ ലൈഫിൽ കോംപ്ലിക്കേഷൻസ് തുടങ്ങി. അതെ തൻവി, എനിക്ക് തന്റെ ഫ്രണ്ട് ആവാൻ താല്പര്യമില്ല. ആളെ വിട്ടേക്ക്. എന്താ? നീ കാരണം കോംപ്ലിക്കേഷൻസ് കൂടി വരുവാ. What? നീ കാരണം ഞാൻ ഒരുപാട് പേരോട് വഴക്കുണ്ടാക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. നിർത്തി. അതെന്താ എന്റെ തെറ്റാണോ? ഒരു ഫ്രണ്ടിന് വേണ്ടി വഴക്കുണ്ടാക്കാൻ പോലും പറ്റില്ല. കണ്ടില്ല, ഇതാ ഞാൻ പറഞ്ഞേ. തീർന്നു. അപ്പൊ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്റെ ഫ്രണ്ട്ഷിപ്പ് നീ വേണ്ടെന്ന് വെക്കോ? നിനക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലിയ എന്തെങ്കിലും സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈ കോളേജിൽ എത്ര പേരോട് വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം. എന്നുവെച്ചാ ബ്രദറാണോ? നിങ്ങൾ എങ്ങോട്ടാണ് മുങ്ങുന്നേ? ചക്കര ഇങ്ങോട്ട് വാ 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 വാ. 3 പേരും കൂടെ എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയപ്പോ സമാധാനമായല്ലോ. നോക്ക്, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. നീ എന്റെ ഗേൾഫ്രണ്ട് ആയി ഞാൻ കോളേജിൽ എല്ലാവരോടും ഫൈറ്റ് ചെയ്യാം. ഗേൾഫ്രണ്ടോ? നിന്റെ മുഖം എപ്പോഴെങ്കിലും നീ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? നിന്നെ പറ്റി എനിക്ക് എന്താണ് അറിയുന്നേ? എനിക്ക് എങ്ങനെ നിന്റെ ഗേൾഫ്രണ്ട് ആവാൻ പറ്റുന്നേ? എന്താ അങ്ങനെ പറഞ്ഞേ? ഇതിപ്പോ നമ്മള് 24 hours സംസാരിക്കാറുണ്ട്. സംസാരിക്കാറുണ്ടെന്നല്ല, സംസാരിച്ചോണ്ട് തന്നെ നിക്കുന്നേ നീ. Whatever, രണ്ടും ഒന്ന് തന്നെയാ. നിന്നെ പറ്റി ഞാൻ എന്തറിഞ്ഞിട്ടാ? നിന്നെ ഇഷ്ടപ്പെട്ട കളർ പോലും എനിക്ക് അറിയില്ല. എനിക്ക് തോന്നി എപ്പോഴെങ്കിലും നീ ഇത് പറയുന്ന എനിക്ക് അറിയായിരുന്നു. കണ്ടില്ലേ, ചെയ്യിക്കേണ്ടതെല്ലാം ചെയ്യിച്ചിട്ട് പറയുന്ന കേട്ടില്ലേ? എന്തോടാ പന്തക്കട പെരിച്ചാടി പോലെ നിക്കുന്നേ? പറയേ. ഒരു മിനിറ്റ് നിക്ക്, ഞാൻ സംസാരിക്കാം. നിക്കേ, ഒരു മിനിറ്റ്. നീ വന്നേ. മേ ഹെൽപ്പ് യു? അതായത് കോളേജ് ആവുമ്പോൾ നിന്നെ പോലത്തെ സുന്ദരികൾ ഉണ്ടാവുന്നത് സാധാരണമാണ്. ഇവനെ പോലത്തെ ഹീറോസ് ഉണ്ടാവുന്നതും സാധാരണമാണ്. നിന്നെ ക്യാൻറ്റീനിൽ വെച്ച് കമന്റ് അടിച്ചില്ലായിരുന്നോ? അതുപോലത്തെ വില്ലന്മാരുണ്ടാവുന്നതും സർവ്വസാധാരണമാണ്. ഇപ്പോ സഞ്ജുവിനെ പോലൊരു ബോയ് ഫ്രണ്ട് നിന്റെ അടുത്തില്ലെന്ന് വിചാരിക്കേ. അവന്മാരെ പോലെ ഏതെങ്കിലും ഒരു വില്ലന്റെ കയ്യിൽ നീ പെടും. പിന്നെ അങ്ങോട്ടെന്നോ ഇങ്ങോട്ടെന്നോ ഇല്ലാതെ ചാവേണ്ടി വരും. ഇവന്റെ ഫ്യൂച്ചറിനെ പറ്റി നമുക്ക് പിന്നീട് ആലോചിക്കാന്നേ. ആദ്യമേ റിസർവ് ചെയ്ത് വെച്ചാലുണ്ടല്ലോ, നീ സേഫ് ആവൂലേ? എന്തു പറയുന്നു? You know what? You're an evil boss. I know. So, Neetu has a valid point. പക്ഷെ നിന്നെ പറ്റി എനിക്കൊന്നും അറിയില്ലല്ലോ. നിന്നെ പറ്റി എനിക്കും എന്നെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയണമെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, പ്രോപ്പർ ആയിട്ട്. അത്രയല്ലേ ഉള്ളൂ. നാളെ മുതൽ കോളേജിലേക്ക് 1 hour നേരത്തെ വന്നാൽ മതി. കഴിഞ്ഞ 1 hour വൈകി പോവാം. ഒരുമിച്ച് എവിടെയെങ്കിലും ഇരിക്കാം, നന്നായിട്ട് മനസ്സിലാക്കാം. ശരി, ഓക്കെ. ഒരു 1 year നോക്കാം. 1 year? ഇതെന്താ തമാശയാ?
1 ഇയർ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് വലിച്ചെറിയാനല്ലേ 10 days. എന്തൊന്ന് 10 ഡേയ്സോ? 10 ഡേയ്സിൽ നിന്റെ പെർഫ്യൂമിന്റെ ബ്രാൻഡ് പോലും എനിക്ക് അറിയാൻ പറ്റില്ല. Axe. വാട്ട്? Whatever. ഏയ് പറയടാ. ഒരു 8 മാസം ഫിക്സ് ചെയ്തോ? 8 മാസവും കൂടുതലാ. 15 days. നിന്നെ എനിക്ക് വേണമെന്നില്ല. 1 month. 6 months and not even a single day less. 6 മാസം ഓക്കെ, അത് കൊള്ളാം. സമ്മതിക്കടാ സമ്മതിക്കടാ സമ്മതിക്കണം, പ്ലീസ് എടാ ഒന്ന് സമ്മതിക്ക്. ശരി ഓക്കെ. തുളസി ചേട്ടാ എന്താടാ? ചേട്ടാ ഫേസ്ബുക്കിലുണ്ടോ? ഇല്ലടാ, ഞാനൊരു ജെന്റിൽമാൻ. ഓ എന്തൊക്കെയാ പറയുന്നേ? ചേട്ടാ ഫേസ്ബുക്കിലുണ്ട്. ഒരു ബുക്ക് വീട്ടിലുണ്ട്. അപ്പൊ ചേട്ടന് ഫേസ്ബുക്കിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടെ? ആ, പുതിയ കോഫി ഷോപ്പാണോ? എവിടെയാ അത്? I know. നോക്കടാ. ലൈബ്രറിയിലേക്ക് പോയാലോ? What? നമുക്ക് ക്യാൻറ്റീനിലേക്ക് നീ വാ, ക്യാൻറ്റീനിലേക്ക് നമുക്ക് പിന്നെ പോവാം. അവള് പോയി. അയ്യോ പോയി. തുളസി എന്താ? ഇല്ല, ബോർഡ് തരില്ല. ഇവൻ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നൊരു സംശയം. നിങ്ങളിങ്ങനെ ഇരുന്ന് പച്ചക്കറി അരിയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? I don't know. അത് പോട്ടെ, നമ്മൾ ഇങ്ങനെ ഇരുന്ന് 10 മിനിറ്റ് എങ്കിലും ഒരുമിച്ച് സംസാരിച്ചിട്ട് എത്ര നാളായെന്ന് പറയാമോ? 5 years? അതായത് കുട്ടികളൊക്കെ ജനിക്കുന്നതിന് മുൻപല്ലേ? Yeah. നമ്മൾ ബേബി സിറ്ററിന് വേണ്ടിയിട്ട് എത്ര നാളായി അന്വേഷിക്കുന്നു, എന്നിട്ട് കിട്ടിയോ? സോ 1 മാസം കൊണ്ട് അവൻ കുട്ടികളുമായിട്ട് അടുത്തു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തിയേറ്ററിൽ പോയിരുന്ന് മനസമാധാനമായിട്ട് സിനിമ കാണാം. You are absolutely right. Yes. Wow. So, ചേച്ചി ഞാൻ പോവാ ചേച്ചി, ചെറിയ പണിയുണ്ട്. കഴിച്ചിട്ട് പോടാ. വേണ്ട ചേച്ചി, ലേറ്റ് ആവും. എന്റെ കെട്ടിയോനെ ഇന്നത്തെ പാചകം. അതേടാ. വേണ്ട ചേച്ചി. ശരി, ബൈ ചേച്ചി. ബൈ ചേട്ടാ. ശരിടാ, ബൈ. ബൈ മങ്കീസ്. എടാ വൈകിട്ട് വരണേ, പായസം ഉണ്ടാക്കി വെക്കാം. ബൈ മക്കളെ. സ്വപ്നം കണ്ടത് മതി, വേഗം പച്ചക്കറി അരിയാൻ നോക്ക്. എത്ര നേരമായി? എന്തേലും ഒന്ന് പറ. അത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാ പറയാ? പെട്ടെന്നോ? അപ്പൊ 6 മാസം പെട്ടെന്നാണോ നിനക്ക്? അതിന് 6 മാസം നീ എന്താ ചെയ്തേ? എന്നെ നോക്കി വെറുതെ പഞ്ചാര അടിച്ചേയുള്ളൂ. നിന്നോടാരോ ഇത്ര സുന്ദരിയായിട്ട് ജനിക്കാൻ പറഞ്ഞ? അത് വിട്. 6 months ആയോ ഇല്ലേ? അതാ ഇമ്പോർട്ടന്റ്. അത് ഈ ദിവസം 8 മണിക്കൂർ നീ എന്താ ചെയ്യുന്ന എനിക്കറിയാം. ബാലൻസ് 16 മണിക്കൂർ നീ എന്താ ചെയ്യാ, എങ്ങനെ ഇരിക്കാന്ന് എനിക്കെങ്ങനെ അറിയാം? കേട്ടില്ലേ ഇപ്പൊ എങ്ങനെ സംസാരിക്കുന്നതെന്ന്? എനിക്കെല്ലാം അറിയാം. പഠിക്കാൻ പോകുന്ന ഈ 4 വർഷവും ഇവളെന്നെ നല്ലൊരു ബോഡി ഗാർഡായിട്ട് യൂസ് ചെയ്തിട്ട് വിടണമെന്ന് വിചാരിച്ചു. എനിക്ക് ആവശ്യമില്ല, ഞാൻ ദൂരെ ഒന്ന് സൈറ്റ് അടിച്ചോളാം. എനിക്ക് ആവശ്യമേ ഇല്ലേ ടോർച്ചർ. അയ്യോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വന്നേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നാളെ നമ്മുടെ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിക്കും. ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ച് നന്നായി അറിയില്ലെങ്കിലോ? ദിവസവും പിണങ്ങുന്നതും വഴക്കു പറയുന്നതും കല്യാണത്തെ പറ്റി ആരാ സംസാരിച്ചേ? എന്ന് വെച്ചാ സ്നേഹിച്ചു കഴിഞ്ഞാൽ നീ കല്യാണം കഴിക്കില്ലേ? അല്ല ചക്കരെ, ഇപ്പൊ എന്തിനാ നമുക്ക് വെറുതെ കല്യാണ കാര്യമൊക്കെ? ദേ നോക്കിയേ, നിനക്കൊരു കാര്യത്തിൽ ക്ലാരിറ്റി വേണം, അതുപോലെ തന്നെ എനിക്കും ക്ലാരിറ്റി വേണം. ശരി, ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കാം. 24 hours ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാനാ? നിന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. ശരിയാണല്ലോ. ശരി, ഒരു കാര്യം ചെയ്യാം. ഞാൻ നാളെ ബാഗ് കൊടുത്ത് നിന്റെ വീട്ടിലേക്ക് വരാം. നീ മാനേജ് ചെയ്തു. അയ്യോ, എന്റെ വീട്ടിലറിഞ്ഞ കൊന്നുകളയും. ഐ വിൽ ടേക്ക് 2. നീ ബാഗ് കൊടുത്ത് എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ മാനേജ് ചെയ്യാം. അയ്യോ, എന്റെ വീട്ടിലറിഞ്ഞ കൊന്നുകളയും. എടാ, ഇവള് ശരിയാവും തോന്നുന്നില്ല. പിന്നെ അവനെ അതേ ഡയലോഗ് പറഞ്ഞു, എന്തെങ്കിലും ചെയ്യടാ, എന്തെങ്കിലും ചെയ്യ്. എടാ, ഓടിക്കോ. എന്താ ചെയ്യാൻ പോകുന്നുണ്ടോ? ഇതെല്ലാം നിന്റെ കാരണം. നിക്ക. ഉടനെ. എടാ, നിക്കടാ അവിടെ. എങ്ങനെയാടേ? സോറി കുട്ടി, രണ്ടുപേരും 24 hours ഒന്നിച്ചിരിക്കാന്ന് വെച്ചാ അതെങ്ങനെ സാധിക്കും? ഏത് വീട്ടിൽ സമ്മതിക്കും? അതിനെന്താ സാർ, എല്ലാ ലവ് സ്റ്റോറിയിലും പോലെ റുട്ടീനായിട്ട് കോളേജ് ടൂറിന് അയക്കാം. അത് കൊള്ളാം. വയനാട്ടിലേക്ക് വിട്ടാലോ? വയനാട് എന്തിനാ സാർ? പിന്നെ റിച്ച് ഹീറോ, റിച്ച് കോളേജിലാ പഠിക്കുന്നേ. ലഡാക്കിലേക്കോ കാശ്മീരിലേക്കോ അയച്ചാൽ നന്നായിരിക്കും. അതാണോ നല്ലത്? സാർ ഫിക്സ് ചെയ്തോ? ഞാൻ പറയുന്നേ. ലോഞ്ച് അല്ലേ, ലഡാക്കാണ് നല്ലത്. Awesome. 10 days Kashmir tour fix. അയ്യോ, എന്റെ വീട്ടിൽ സമ്മതിക്കില്ല. എന്ത്? നമ്മള് പഴയ പണക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട്? അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെയാ എന്റെ അച്ഛൻ വളരെ ജാഗ്രതയോടെ ഇരിക്കുന്നു. എന്റെ കൊച്ചെ, ഞങ്ങളുടെ സിറ്റുവേഷൻ കൂടി ഒന്ന് ആലോചിക്കും. അപ്പൊ പിന്നെ ഞങ്ങൾ എന്താ പറയാ? ശരി, ഞാൻ എന്താന്ന് വെച്ചാ നോക്കട്ടെ. ഓ, നിന്റേത് കർക്കിടക രാശിയാണോ? കർക്കിടക രാശിക്കാർക്ക് എപ്പോഴും ലവ് മാരേജ് ആയിരിക്കും. അതൊന്നും എനിക്കറിയില്ല. എന്റെ അച്ഛനറിഞ്ഞ എന്നെ കൊന്നുകളയും. എടി, നിന്റേത് ലവ് മാരേജാ, അറിയോ? എന്റെ അമ്മ അതിനൊന്നും ഒരിക്കലും സമ്മതിക്കില്ല. ഇവറ്റുള്ള ഓരോ കോപ്രായങ്ങൾ. ഇരിക്കടാ, വിവരം കേട്ടവൻ.
കൊച്ചു കുട്ടികളെ പോലെ അന്താക്ഷരി കളിക്കുന്നു. ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാ, ഓർത്തോ. അല്ല വെറൈറ്റി ഉള്ള ഈ പെണ്ണുങ്ങൾ ഇതിന് മാത്രം എന്താ സംസാരിക്കുന്നത്? ഫ്ലൈറ്റ് കയറിയപ്പോ തൊട്ട് കണ്ടോണ്ടിരിക്കുക, സംസാരം മാത്രമേ ഉള്ളൂ. ആ തമാശ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളും ചിരിക്കുമല്ലോ. ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞുതരാം. അവന്റെ കാര്യം പിന്നെ നോക്കാം. ഓക്കെ ഓക്കെ. നീ പറ, കേക്ക് നല്ല രസമുണ്ട്. അയ്യോ. This old man, he played one. He played knick-knack on my thumb with a knick-knack, paddywhack, give a dog a bone. This old man came rolling home. This old man, he played two. He played knick-knack on my shoe with a knick-knack, paddywhack, give a dog a bone. This old man came rolling home. This old man, he played three. ഞാൻ അവൾക്ക് വേണ്ടിയാണോ ജനിച്ചത്? അങ്ങനെ നോക്കി അനിയനായി പോയില്ലേ? ഇല്ല, അവൾ എനിക്ക് വേണ്ടിയാ ജനിച്ചിരിക്കുന്നത്. ഡാ. അവനെന്താണ് ചെയ്യുന്നത്? കഷ്ടം. चलो भाई लोग, जल्दी जल्दी चलो, नाश्ता कर लो, 2 घंटे का रास्ता जाना है. ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആണല്ലേ? വാവ്. എന്താ വരുന്നുണ്ടോ അവൻ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറ് ബ്രോ. അവന്റെ പേരെന്താടാ? ആരുടെ? ദേ ജോക്കറിന്റെ. ഓ, അവനാണോ? തുളസി. എന്താ? വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ടാ പറയുന്നത്. ഒരു ഹാഫ് ആൻ അവർ ക്ഷമിക്കേ, ഇപ്പൊ ശരിയാക്കി തരാം. ഭായ് സാബ്, ഇത് मेरा दोस्त, फ्रेंड्स 4 दिन से इनकमिंग, फुल आउटगोइंग, नील, दर्द बहुत, तारे जमीन पर, गोली 3 गोली 3 ഗുളിക ഉണ്ടോ? फुल पैकेट वांचो दिन में 1 बार വൺസ് എ ഡേ. ഓക്കെ, ദിവസം 3 നേരം. താങ്ക്സ്. കണ്ടില്ലേ? ഒരെണ്ണം കൊടുക്കാനല്ലേ പറഞ്ഞേ? എടാ, 4 ദിവസത്തോട്ട് വരാത്തവർക്ക് കുറേശ്ശെ മതി. ദിവസം വരുന്നവർക്ക് ഒരുപാട് കൊടുക്കണ്ടേ? 4 ദിവസമായിട്ട് വരാത്തവർക്ക് കുറച്ച് കൊടുത്താൽ മതിയെങ്കിൽ ദിവസം വരുന്നവർക്ക് അതിലും കുറച്ച് കൊടുക്കണം. കഴുതകള് എന്തോന്നാണ്? അവന്മാരോട് പോയി. അത് ശരിയാണല്ലോ. അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. नमस्ते सर, हम हैदराबाद से आए. इंजीनियर स्टूडेंट से. अच्छा जगह, बहुत अच्छा जगह है. यो सर, एक बार 2 मिनट तुम्हारे बात यूं से होता है. 2 मिनट बस है. 2 मिनट. अयो सर प्लीज सर, जस्ट 2 मिनट्स. हम हैदराबाद से आया, इंजीनियरिंग स्टूडेंट्स. എന്തോക്കടാ ഇത്? ആ കാലം സമ്മതിക്കുന്നില്ലടാ. നമുക്ക് വേറെ സ്ഥലം നോക്കാം. എടാ, ഒന്ന് പിടിച്ചു നിർത്തടാ. ഞാൻ പറയുന്നത് ഒന്ന് കേക്കടാ. ചക്കരയല്ലേടാ. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ വിളിക്കാൻ പോവാ. ഇവിടെ വേണ്ട, എണീക്കടാ. അയ്യോ, ഈശ്വരാ. അയ്യോ. എന്റെ പേര് തുളസി, ഹൈദരാബാദിലെ വലിയ പുള്ളിയാ, കാശ്മീരിലെ സൂപ്പർ സ്റ്റാറാ. എടാ മാറിയിരിക്കടാ. അങ്ങോട്ട് നോക്കി, ആ വീരന്മാര് വരുന്നു. വിജയിച്ച് വരുന്നവരെ മുഖത്തേക്ക് ഒന്ന് നോക്കടാ. പ്രകൃതിയോട് ജയിക്കുന്ന അത്ര എളുപ്പമാണോ അളിയാ?
എങ്ങോട്ടാടാ പോകുന്നത്? अरे भाई लोग आइए, गाड़ी चढ़िए. സാർ 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 പ്ലീസ് സാർ ഒരു 2 മിനിറ്റ് സാർ ഒരു 2 മിനിറ്റ് സാറിന്റെ ഈ ബാത്റൂം യൂസ് ചെയ്യാൻ തന്നാ ഞാൻ ടാലന്റ് മൊത്തം കാണിക്കാം സാർ പ്ലീസ് സാർ ഞാൻ പറയുന്നത് കേൾക്കൂ സാർ പ്ലീസ് സാർ. പോടാ പോടാ മലംഭൂതങ്ങളെ. ഇവനെയൊക്കെ എന്താ പറയേണ്ടത്? എന്താലോചിച്ചോണ്ടിരിക്കായിരുന്നു എന്തോ. 9 മണിക്ക് വരേണ്ടവരാ, 4 മണിക്കാ കയറി വന്നത്. ഗായ്സ്, ലേറ്റായി വന്നതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ക്യാൻസൽ. നാളെ രാവിലെ നേരത്തെ എണീറ്റാൽ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗിന് പോകും. ഇതിപ്പിങ്ങനെ നോക്കി നിന്ന് ടൂർ മൊത്തം കഴിയുമെന്നാ തോന്നുന്നത്. ഇനി എപ്പോഴാ പരസ്പരം മനസ്സിലാക്കുന്നേ? എന്നാ വാ മനസ്സിലാക്കാം. അതാ പറഞ്ഞ അടുത്തിരുന്നോണ്ട് നിന്നെ പറ്റി പറ എന്നെ പറ്റി ഞാൻ പറയാന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടേ നടക്കാവൂ. രാത്രിയാണെങ്കിൽ ഉറങ്ങാനും പറ്റില്ല. ഐ എം ടയേർഡ്. വൈകിട്ട് കാണാം. ഇവളെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏയ് കണ്ണ് കാണാൻ പാടില്ലേ? മുമ്പിലൊരു സുന്ദരിയായ പെണ്ണുണ്ടെങ്കിൽ ക്ലാസ്സിലുള്ള പയ്യന്മാർക്ക് പിന്നെ കണ്ണ് കാണില്ല. അത് തന്റെ കുഴപ്പമില്ല, പ്രായത്തിന്റെ. ഐ ആം രമേഷ്. നല്ല പേര്. പൊയ്ക്കോ. ഏയ് തനിക്ക് മനസ്സിലായില്ല. വാ അങ്ങോട്ട് പോയി സംസാരിക്കാം. തൻവിയെ സ്നേഹിക്കുന്നുണ്ടല്ലേ? ഏയ് തനിക്ക് എന്നെ മനസ്സിലായി? കുറച്ച് പാടാണ്, എന്നാലും മനസ്സിലാക്കണം. വേറെ വഴിയില്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിയുന്ന നല്ലത്. കൂടുതൽ എടുത്തിട്ട് അറിഞ്ഞാൽ വല്ലാതെ വേദനിക്കും. ഒരു മാങ്ങാത്തുലിയും മനസ്സിലായില്ല. മറന്നേക്ക്. എന്തിന്? നിനക്ക് കാര്യം അറിയില്ല, മറന്നേക്കാൻ. അതെന്തിനാന്നാ ചോദിച്ചേ? എന്താന്ന് വെച്ചാൽ തൻവി നിന്നെ സ്നേഹിക്കില്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. എന്താ? ഐ നോ. ഈ സിറ്റുവേഷനിൽ ഇവിടെ നിനക്ക് ചാടി ചാവാൻ പോലും തോന്നിയേക്കും. ഈ സമയത്ത് ധൈര്യം കൈവെടിയാൻ പാടില്ല. ഏയ് ഒന്ന് നിന്നേ. സിഗരറ്റ് ഉണ്ടോ? സിഗരറ്റ് വാങ്ങിക്ക്. എനിക്ക് ശീലമില്ല. എനിക്ക് ശീലമുണ്ട്, വാങ്ങടാ. താങ്ക് യു മൈ ഡിയർ. ഇറ്റ്സ് ഓക്കെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തൻവി എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞില്ലല്ലോ. നിനക്കത് താങ്ങാൻ പറ്റില്ല. ശരി. ഹേയ്, കാരണം നീ അവളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവളെ സ്നേഹിക്കുന്നത് എന്നെ. മതിയോ? ഇനി വേറെന്തെങ്കിലും അറിയണോ? ഐ നോ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ റിയാക്ട് ചെയ്യൂ. മറന്നേക്ക്. നിനക്ക് റിച്ച് ഹസ്ബൻഡിനെ കിട്ടും, നോക്കിക്കോ. സത്യാണോ? അവന് 4 ഫാം ഹൗസ് ഉണ്ട്. ആണോ? നിന്നാണ് സത്യം. ഞാൻ ഉറപ്പിച്ച് പറയാ, നിന്റേത് ലവ് മാരേജ് തന്നെ. തോന്നിയതുപോലെ കണ്ട സ്ഥലത്തൊക്കെ കൈ തുടച്ചു വെക്കുക. ഒരു നാണമില്ല. ബേസിക് ആയിട്ട് ഇങ്ങനെയാണെന്നാ തോന്നുന്നത്. മാസത്തിലൊരിക്കലേ കുളിക്കുള്ളൂ. എന്ത് ചെയ്യൂ എന്തോ. എങ്ങോട്ടാ പോകുന്നേ? നിങ്ങൾക്ക് വേണ്ടി ക്യാമ്പ് ഫയർ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. വാക്കോ? അപ്പൊ എന്റെ ക്യാമ്പ് ഫയർ നീ എന്ത് ചെയ്തോ? എന്തോന്ന്? നിന്റെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടാണോ ഞാൻ ഇത്രയും ദൂരം വന്നേ? അവന് വല്ലാത്ത വിമിഷ്ടം. ഇപ്പൊ കണ്ടില്ലേ? ഏതടാ ഇവൻ? തന്നെ ഇവനെ സ്നേഹിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തന്മാരും അവന്മാരുടെ ഇഷ്ടത്തിനൊക്കെയാ സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. എടാ ആരടാ അവൻ? ഏയ് അവൻ നമ്മളെക്കാളും 6 years സീനിയർ ആടാ. 6 years? ഇൻസ്ട്രക്ഷൻ ശ്രദ്ധിച്ചു കേട്ടണം. എല്ലാവരും വന്ന് റിവർ മാപ്പ് മേടിച്ചിട്ട് കയറിക്കോ. വെൽക്കം. ഹായ്. സ്റ്റോപ്പ്. ഓയ്, സഞ്ജുവിനെ പറ്റി നിന്റെ ഒപ്പീനിയൻ എന്താ? എന്നോട് ചോദിച്ചാൽ ഞാൻ നല്ലവനാന്നേ പറയൂ. നിങ്ങൾ പിന്നെ തിക് ഫ്രണ്ട്സ് അല്ലേ? നീതു, ലൈഫ് ജാക്കറ്റ് നല്ല ടൈറ്റാക്കി ഇട്ടോ. റാപ്പിഡ്സ് ഒരുപാടുണ്ടെന്നാ തോന്നുന്നത്. ആ വാട്ടർ ബോട്ടിലിങ് എടുത്തേ. ഇവിടെ വാട്ടർ ബോട്ടിലൊന്നും ഇല്ലല്ലോ. നീ എന്തിനാ വന്നേ? സർപ്രൈസ്. മാങ്ങാത്തുലി, നീ എന്തിനാ ബോട്ടിൽ വന്നേ? ഇല്ല, പരസ്പരം മനസ്സിലാക്കണമെന്ന് പറഞ്ഞേ. അതുകൊണ്ടാ നിന്റെ ബോട്ടിൽ വന്നേ. ദേ നോക്ക്, ഞാൻ വീണ്ടും പറയുവാ, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കണ്ടേ. സെറ്റിംഗ്സിലൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? ഇതാ ഇപ്പൊ കണ്ടോ. ഈ ഭാഗത്തേക്കല്ല, ആ ഭാഗത്തേക്കാ. അങ്ങോട്ട്
പോണ്ടത്? ഭാഗത്തേക്കല്ലേ പോകുന്നത്. കുറച്ച് പ്രൈവസി വേണോന്ന്. പ്രൈവസി എന്ത് കുന്തു ആയിക്കോട്ടെ, ആദ്യം മാപ്പ് നോക്ക്. വീണ്ടും മേർജ് ആവാൻ പറ്റില്ല. മാപ്പോ? ഏത് മാപ്പ്? അപ്പൊ നീ ഗൈഡിന്റെ കയ്യിൽ നിന്ന് മാപ്പ് ഒന്നും വാങ്ങിയില്ലേ? ഗൈഡ് തന്ന മാപ്പാണോ? അത് ഞാൻ വാങ്ങാൻ മറന്നുപോയി. വാട്ട്? അതെങ്ങനെ നീ വാങ്ങാൻ മറന്നുപോയത്? മാപ്പ് വാങ്ങാതെ എങ്ങനെ നീ ബോട്ടിൽ കയറിയത്? എന്തേ, നിനക്ക് വാങ്ങാറില്ലേ? പുറകിലിരിക്കുന്നവരാ നാവിഗേറ്റ് ചെയ്യേണ്ടത്. സോ നീ ആ മാപ്പ് വാങ്ങേണ്ടിയിരുന്നത്. ഗൈഡ് ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോ അതെങ്കിലും കേട്ടുകൂടായിരുന്നോ? ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു? അത് നിന്നെ നോക്കി നിൽക്കുമായിരുന്നു. ദൈവമേ, ഇനി എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? അറിയില്ല തൻവി, കാണുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. എന്റെ ദൈവമേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ശരി, ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? പുഴ എങ്ങോട്ടാണ് ഒഴുകുന്നത് അങ്ങോട്ട് പോ. പക്ഷേ ഈ പുഴ ഏത് ഭാഗത്തോട്ടാ പോകുന്നേ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ചക്കരെ. നീയും ഞാനും ഈ ബോട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് റൊമാൻറ്റിക് ജേണി പോവാന്ന് വിചാരിച്ചാ മതി. എൻജോയ് ചെയ്യ്. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ. ഒന്ന് നിർത്താവോ? നിനക്ക് എന്നെ കൊല്ലാൻ വല്ല ഉദ്ദേശമുണ്ടോ? എന്നാ നീ പാട്. എനിക്ക് പാടാൻ അറിഞ്ഞൂടാ. എന്നാ പിന്നെ ഞാൻ പാടുന്ന കേക്ക്. അയ്യോ വേണ്ട, നമുക്ക് ശാന്തമായിട്ടിരുന്ന് ഈ പ്രകൃതിയുടെ ശബ്ദം കേൾക്കാം. പക്ഷികൾ, പുഴയുടെ ശബ്ദം, കല്ല്, മണ്ണ്. സഞ്ജു, ഹോയ്, സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആ എല്ലാം വാട്ടർ ഫ്ലോ ഫാസ്റ്റ് ആയി. വാട്ടർ ഫ്ലോ ഫാസ്റ്റ് ആയോ? നിനക്കതല്ലേ വേണ്ടേ? പെട്ടെന്ന് പോവാം. സഞ്ജു പ്ലീസ്. തൻവി, 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 എഴുന്നേക്ക്. തൻവി, തൻവി, സ്ഥിരമൈനെ കേണതെന്തേ കഥന തീരം കടന്നുവാ നിന്നുടെ കൂടെ ഞാനുമുണ്ടേ ദുഃഖമെന്തേ പ്രതീക്ഷയായി വിരാജിത പ്രതിദിനം കരേറുക പദം ചൊല്ലി സുഖം ചൊല്ലി സഖി നിന്നെ വിതുമ്പിടേണ്ട എന്നാളുവൻ
പൊന്നാണു നീ ഈ കാട്ടുകുന്നിനാകെ ഞാനുണ്ടെന്നും കൂട്ടുണ്ടെന്നും അടുത്തുവാ ചിരിച്ചുവാ കിടക്കുമോ സ്ഥിരമൈനെ കേണതെന്തേ കഥന തീരം കടന്നുവാ നിന്നുടെ കൂടെ ഞാനുമുണ്ടേ ദുഃഖമെന്തേ പ്രതീക്ഷയാ പ്രാണരേഖം നീ പ്രേമരാഗത്തേനുലഞ്ഞേ ദൂരയേതോ നിൻമോഹിതോവനി വന്നിതേ സ്നേഹലോലം നീ നീലവിണ്ണിൻ താര കണ്ടേ കാലമേ പോ നീ കള്ളനോ ആകുന്നിതേ മാരനോ മാരൻ തേനോ ചായും പൊൻപകൽ വന്നോ നീയും മായും തുഷാരമോ പരാൻമുഖം പരാൻമുഖം തുഷാരമോ മുന്നേറുക ചെന്നേറുക പറന്നുപോ മറന്നിനി ചിത്തിരമൈനെ കേണതെന്തേ കഥന തീരം കടന്നുവാ നിന്നുടെ കൂടെ ഞാനുമുണ്ടേ ദുഃഖമെന്തേ പ്രതീക്ഷയാ എന്തിനെന്നോ ഈ ആശകൾ പൂച്ചൂടവേ നീ തീരമേതോ തേൻ ചുണ്ടിലാകെ പൂത്തിതാ എന്നഴകെ ഞാൻ നിന്നിലൂടെ ചേരവേ നീ നോക്കി നോക്കി തണുയാത്രയായി പോകവേ ഈ കരൽ തീരം താണ്ടിപ്പോകാം നോക്കിയാൽ ലക്ഷ്യം മുന്നിൽ കാണാം വരാനിനി വരാഞ്ചലി തരാനിനി കിനാഞ്ചലി വരാനിനി വരാഞ്ചലി തരാനിനി കിനാഞ്ചലി താനനാനാ ഈ വഴി പോയി അവിടെ എത്താൻ പറ്റും. അത് നമ്മുടെ ബസ്സല്ലേ? ആ അതെ. വാ. വാ വാ വാ. എടാ തുളസി കണ്ടില്ലേടാ? എന്താടാ നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ട് വരുവാണെന്ന് തോന്നുന്നു. എന്താ തുളസി ഇപ്പൊ വേണ്ട. അതെന്താടാ? നീ ചെയ്താ ഓക്കെ, ഞങ്ങൾ ചെയ്യാൻ പാടില്ല. അത് കൊള്ളാലോ. ഡാ 3 ദിവസമായിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിൻ്റെ കൂടെ നശിച്ച തണുപ്പും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക. മര്യാദയ്ക്ക് വെക്കോ. മുകളിൽ ബസ്സുണ്ട്, നീ പോയിക്കോ. നീ വാ. നീ മാത്രം. ദൈവമേ തുളസി രണ്ടാമതൊരു ചാൻസ് തരില്ല. എടാ നിന്റെ നല്ലതിനാ ഞാനീ പറയുന്നേ. എന്റെ നല്ലതിനോ? അവളെവിടെ വിട്ടിട്ട് പോയാ നീ എന്ത് ചെയ്യും? എന്താണ് റേപ്പ് ചെയ്യോ? ആന്നോ? വേണ്ട പറയുന്നേക്ക് എറിയരുത്. വേണ്ട പറയുന്നേക്ക്. വേണ്ട വേണ്ട. ഇവളുടെ ദേഹത്ത് കല്ല് കൊള്ളും. നീ ഇങ്ങോട്ട് മാറും. ഇനി വാ നോക്കാം. ഒരു മിനിറ്റ്. ഇവനിത് അയ്യോ എന്നെ കാത്തോണേ. ചെല്ലു ചെല്ലു പോടാ പോടാ. അയ്യോ ഞാനിതുവരെ തല്ലിയില്ല.
എന്തൊരു അഹങ്കാരം പിടിക്കണവനെ. എടാ, അവനെ വിടരുത്. പിടിച്ചോ. തൻവി, please. ഞാൻ നിന്നെയാ സ്നേഹിക്കുന്നത്. തൻവി, please. എന്റെ ചക്കരയല്ലയോ? എന്റെ സ്നേഹം നീ അംഗീകരിക്ക്. Please. അയ്യോ. ഈ പുല്ലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ വന്നേക്ക്, ഞാൻ പോവാ. എന്റെ അമ്മ. കഴുതകള്. ആർ യു ഓൾ റൈറ്റ്? എടാ, നിങ്ങളിത് എവിടെയായിരുന്നു? 4 ദിവസമായിട്ട് നിങ്ങളെ അന്വേഷിച്ച് നടക്കുക ഞങ്ങൾ. എന്താടാ, എന്താ പറ്റിയത്? പറയാം വാ. നീതു തന്വിയെ കൂട്ടിക്കൊണ്ട് പോ. എപ്പോഴാശേ ശനിദോഷമാകെ വീശിക്കൊണ്ടേ ഓർത്തതെന്റെ പല പ്രശ്നമാണതി നീജതേ മൂളിപ്പാട്ടായി ഇത് നൊന്തറിഞ്ഞ നാഥനുണ്ടേ കഴിഞ്ഞതോർത്താൽ വിധമാരു താങ്ങും ചിന്തിതേ ആയുസ്സിൽ നീയും ഞാനും സ്മരിച്ചിതേ ഞാൻ പോയിക്കോളാം. You know what? Let me work your home. ഓക്കെ. ഇതാ. താങ്ക് യു. ഇതാ എൻ്റെ വീട്. ഓ, നീ പറഞ്ഞ സത്യമാണ്. നിങ്ങള് പഴയ പണക്കാര് തന്നെയാ. Yeah. So, what have you decided? About what? You know. Oh. I don't know. എന്നെക്കൊണ്ട് ഒന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ടൂർ പോയ സമയത്ത് നീ എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നല്ലപോലെ ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം. ഐ മീൻ ഇറ്റ്സ് എ പോസിബിലിറ്റി, റൈറ്റ്? നീ എന്തായി പറയുന്നേ? ഇതെന്താ തമാശയാണോ? ഐ മീൻ നമ്മുടെ സ്വന്തം നാട്ടില് നമ്മൾ ഒരുമിച്ച് നടക്കുന്ന സമയത്തൊക്കെ നിന്റെ ബിഹേവിയറെ കുറിച്ച് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റില്ല. നീ ടൂറിൽ ചെയ്തൊക്കെ ചിലപ്പോൾ പ്രീ പ്ലാൻഡ് ആയിരിക്കില്ലേ, ജസ്റ്റ് ടു ഇംപ്രസ് മീ. നാളെ നമ്മളെങ്ങാനും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്താ ഗ്യാരണ്ടി? സഞ്ജു, പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഇറിറ്റേറ്റഡ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ ആലോചിക്കണ്ടേ? ഇതെല്ലാം നാടകമാണോ? നീ നിന്റെ മനസ്സിൽ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. ഇങ്ങനെ മനസ്സിലാവാത്ത പോലെ സംസാരിച്ച് ജീവനെടുക്കാൻ നിൽക്കരുത്. കണ്ണീര് മാത്രം ഇങ്ങനെ കുടം കണക്കിന് ഒഴുകിക്കോളും. You have no right to talk to me like this. You're hurting me. എനിക്ക് ഇഷ്ടമുള്ളവരെ സംസാരിക്കും. You are hurting me. അതെ, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് വിചാരിച്ച് എനിക്ക് നിന്നെ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും റൂൾ ഉണ്ടോ? ഒരു നിയമമില്ല. നിനക്ക് വേണമെന്നുള്ള പോലെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ പറ്റില്ലെന്ന് പറയുന്നില്ലേ, അത് കേൾക്കുമ്പോഴായിരിക്കും. അങ്ങനെയൊന്നും അല്ല. I hate you. എനിക്കും അതുപോലൊക്കെ തന്നെയാ. I hate you more. അത് പോടി. പട്ടി കൊല്ലേ, ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ. നീ ചത്താലും എനിക്ക് ഒരു നഷ്ടമില്ല. പിന്നെ നീ വല്ല സാനിയ മിർസയല്ലേ? ഒന്ന് പോടി. പോടി. പെട്ടെന്ന് എന്താ അമ്മ ഇവന് പറ്റിയത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഫ്രാൻസിലോ USA-ലോ UK-ലൊക്കെ പോകുന്നു പറയുന്നു. മോനെ, നിനക്ക് ഇവിടെ തന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് മാസ്റ്റേഴ്സ് പുറത്തു പോയി ചെയ്താ പോരെ? വിശക്ക്, നീ കഴിക്കാൻ എന്തെങ്കിലും എടുക്കമ്മേ. എടുക്ക. ഇവൻ എപ്പോഴും ഇങ്ങനെയാ, വിഷയം മാറ്റുന്നത് കണ്ടില്ലേ? എന്താടാ ആലോചിക്കുന്നേ? കഴിക്കേ.
എടാ, ഇതിന്റെ number ഒന്ന് നോക്കട്ടെ. സിവിൽ എഞ്ചിനീയർ. നിക്ക്. നോക്കട്ടെ, അവളുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ സെക്കൻഡ് ഇയറിലേക്ക് ആടാ. അടിപൊളി. തൻവി, വാട്സ്ആപ്പ്, ഹൗ ഇസ് ദ ഒക്കേഷൻ? കുഴപ്പമില്ല. എന്തിനാണ് ഇപ്പോഴേ ക്യാമറ കയ്യിലെടുത്ത്? വല്ല ഡയറക്ടറാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? നീ ഡയറക്ടറായി കഴിഞ്ഞാൽ ഈ നീലിമ സേതു എന്നുള്ള പേരൊന്നും നന്നായിരിക്കില്ല. നമ്മുടെ ഭാഷയ്ക്ക് അനുസരിച്ച് നല്ല പേരെന്തെങ്കിലും ഇട്ടാ മതി. നന്ദിനി എന്നുള്ള പേര് എങ്ങനെയുണ്ട്? ഡയറക്ടർ നന്ദിനി, അത് കൊള്ളാം, സൂപ്പർ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബുദ്ധി ഉപദേശിക്കും. ഇടയ്ക്ക് സഞ്ജു, എല്ലാരും പാസ്സായി. All right. Sit down, guys. Take your seat. അല്ല, എന്താ എന്താ ഇത്? ഇവർക്ക് എന്താ പറ്റിയത്? What's up, guys? What do you want? Red Bull. Me too. തൻവി, നിനക്കോ? റെഡ് ബുൾ ഇസ് ഫൈൻ. സഞ്ജു, നിനക്കോടാ? നീ ഇരിക്കെ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. ഓക്കേ, എനിക്ക് റെഡ് ബുൾ. എന്താ അത് തന്നെ. എന്താ കാര്യം? എന്താ എന്ത് കാര്യം? നത്തിങ് ആണോ? ഏയ്, ശരി. I said I'm confused. I need time. Hey, come on guys. നിങ്ങളും കൂടെ ആക്ച്വലി അവരെ പറ്റി ഞാൻ എന്തറിഞ്ഞിട്ടാ? അപ്പൊ പിന്നെ ഞങ്ങൾ എന്തറിഞ്ഞിട്ടാ? ഞങ്ങളും ഫ്രണ്ട്സ് അല്ലേ? നിങ്ങളെന്ന് പറയുമ്പോ അത് വന്നു. ഓക്കേ. ക്യാൻറ്റീനിൽ പോയി വെയിറ്റ് ചെയ്താലോ? യാ ഷുവർ. വാ. എന്താടാ? എന്ത് സ്റ്റോറിയാണെന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്ത് സ്റ്റോറി? നിന്റെ സ്റ്റോറി തന്നെയാ. നീ പറയുന്നത് വരെ ഞങ്ങൾ അനങ്ങില്ല. വേറെന്താ, പഴയ സ്റ്റോറി തന്നെ. എന്നെ പറ്റി നിനക്കറിയില്ല, നിന്നെ പറ്റി എനിക്കറിയില്ല. ഇനി മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് യൂഷ്വലി ദാറ്റ്. കറക്റ്റ് അല്ലേ? എന്തുവാടാ കറക്റ്റ്? തമാശ. അവളുടെ കൂടെ മലയാളി വാരത്തിൽ 4 ദിവസം സ്പെൻഡ് ചെയ്തു. അതിന്റെ കൂടെ തുളസിയുടെ ഫൈറ്റും. ഇതിൽ കൂടുതൽ എന്താ നിനക്ക് അറിയണ്ടേ? നീ ചെയ്ത ഫൈറ്റിനും നീ അടിച്ച ഡയലോഗുകൾക്കും വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ എപ്പോഴും വീണേനെ. പെമ്പിളിൽ എത്ര പെട്ടെന്ന് ഫ്ലാറ്റ് ആവോ അതിന് പെട്ടെന്ന് ജമ്പ് ആവുകയും ചെയ്യും. അറിയോ നിനക്ക്? ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. തൻവി ഈസ് എ വെരി സ്മാർട്ട് ഗേൾ. Just give her what she wants. Hi. Sorry, I was very rude the other day. No, actually it's my fault. No, I'm sorry. ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഐ ആം റിയലി സോറി. No, I'm sorry. അല്ലല്ല, ഇറ്റ്സ് ടോട്ടലി മൈ ഫാൾട്ട്. അതുകൊണ്ടാ ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. Fine. Apology accepted. On one condition though. എന്താ? സൺഡേ ലഞ്ചിന് എന്റെ വീട്ടിലേക്ക് വരണം. ലഞ്ചിനോ? ആർ യു ഷുവർ? I'm sure. നന്നായിട്ട് ആലോചിച്ചോ? പിന്നീട് പ്രോബ്ലം അതൊന്നും കുഴപ്പമില്ല. ലഞ്ച് ഓൺ സൺഡേ അറ്റ് മൈ പ്ലേസ്. ഷുവർ. ഹായ്. മുത്തശ്ശ, എന്റെ ഫ്രണ്ടാ. നമസ്കാരം മുത്തശ്ശ. ശരി, എന്തിനാ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? ഞാൻ ലഞ്ചിന് ക്ഷണിച്ചിട്ട്. എന്താ ഇയാളുടെ വീട്ടിൽ ചോറും കറിയൊന്നും ഇല്ലേ? ആ ശരി, അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. അതെ, ലണ്ടനിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന കപ്പില്ലേ, അത് വേഗം റെഡിയാക്ക. ഓ തൻവി, നിന്റെ ഫ്രണ്ട് വന്നോ? ഹായ്, ഐ എം തൻവീസ് മദർ. വാട്ട് ഈസ് യുവർ നെയിം? സഞ്ജു ആന്റി. ഓ സഞ്ജു. യാ സഞ്ജു. ഞാനിന്ന് കുറച്ച് ബിസിയാണ്. വേറൊന്നുമല്ല, ഇന്ന് മാഗസിന്റെ ആൾക്കാർ വരുന്നുണ്ട്. എന്റെ ഇന്റർവ്യൂ വേണോത്രേ. കണ്ടില്ലേ, ഞങ്ങളുടെ വീട് മൊത്തം ആന്റിക്സ് ആണ്. അതുകൊണ്ടാ. കഴിച്ചിട്ടേ പോകൂ. ഓക്കെ പ്ലീസ്. എക്സ്ക്യൂസ് മീ, നല്ല ട്രീറ്റ് കൊടുക്കണേ. ശരി. എക്സ്ക്യൂസ് മീ. സാരി മേക്കപ്പ് ഒക്കെ കറക്റ്റ് ആണെന്ന് തോന്നുന്നത്. നീ ആ കപ്പ് റെഡിയാക്കിയോ? റെഡിയാക്കി. ശരി. വെള്ളം വേണം നിനക്ക്?
യെസ് പ്ലീസ് യെസ്. ഹലോ അങ്കിൾ. നീയാണോ തൻവിയുടെ ഫ്രണ്ട്? അതെ അങ്കിൾ. ഭക്ഷണം കഴിച്ചോ? ഇല്ല അങ്കിൾ. ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ടിവിയും കണ്ടോണ്ടിരിക്കണോ? ബുദ്ധിയില്ലടാ നിനക്ക്. ഭക്ഷണം മാത്രം കഴിക്കും, അതിനൊരു കുറവുമില്ല. തുറന്ന് തക്കുതരം പറയാ. വിവരം കേട്ടവൻ പൊയ്ക്കോ. മോൻ കഴിച്ചിട്ട് പോയാ മതി. കഴിച്ചിട്ട് പോയാ മതി. ശരി അങ്കിൾ. ഇരിക്കും മോനെ. അങ്കിൾ ഇരിക്ക് ഇരിക്ക്. കഴിച്ചിട്ടേ പോകാവൂ. നീ ഇവിടെ എന്തെടുക്ക? അച്ഛൻ എന്നോട് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നാ അകത്ത് പോയിരുന്ന് ചെയ്യ. കഷ്ടം. കുടിക്ക്. നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ലാത്ത എന്തോ വന്നു എന്നാ തോന്നുന്നത്. നാളെ തന്നെ ഒരു പൂജ നടത്തണം. എങ്കിൽ മാത്രമേ വീടിന് ഐശ്വര്യം വരൂ. പോയി പൂജാരിയെ വിളിച്ചോണ്ട് വാടാ. പൂജ നടത്തിയാലേ എനിക്കൊരു സമാധാനം കിട്ടും. നമുക്ക് കഴിച്ചാലോ? യെസ് പ്ലീസ്. ഷുവർ. പേരെന്താ? സഞ്ജു എന്നാ മുത്തച്ഛ. ആ, എവിടാ സ്ഥലം? ഹൈടെക് സിറ്റി. ഓ, റിയൽ എസ്റ്റേറ്റ് ആണല്ലേ? അല്ല മുത്തച്ഛ, അച്ഛൻ നേരത്തെ തന്നെ. അതിരിക്കട്ടെ, താൻ ഏത് ജാതിക്കാരനാ? എന്താടി? ഞാൻ ചോദിച്ചത് തെറ്റായോ? കണ്ണി കണ്ടവന്മാരെയൊക്കെ വീട്ടിൽ വിളിച്ചോണ്ട് വരും. ഇപ്പൊ ഞാൻ പറഞ്ഞതാ കുറ്റം. ശരി ശരി, കഴിക്കേ. കുറച്ച് ചിക്കൻ വെക്കട്ടെ? ഇവിടെ വേറെ ആരും കഴിച്ചിട്ടില്ല. വേണ്ട, എനിക്ക് മതിയായി. അതിരിക്കട്ടെ, നിന്റെ അച്ഛൻ എന്താ പണി? അത് എടോ, ആ കാക്കയെ ഓടിക്കണോ? ഒരു പണിയില്ലാതെ വന്നോളൂ തെണ്ടി തിന്നാൻ. എനിക്ക് നിറഞ്ഞു, മതി. പോയിട്ട് വരാം മുത്തശ്ശ. വൃത്തികെട്ട കാക്ക. കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. യു ജസ്റ്റ് ക്യാരി ഓൺ. I'm sorry you had to hear all that. Hey, that's totally fine. ഫാമിലി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പാക്കേജ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. I know, but കണ്ടില്ലേ, നീ ലഞ്ചിന് വരുമ്പോഴുള്ള അവസ്ഥ തന്നെ എങ്ങനെയാ? നീ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്നും കൂടെ പറഞ്ഞ എങ്ങനെ ഇരിക്കും ആലോചിച്ച് നോക്കിയേ. യു ആർ റൈറ്റ്. ഐ ഹിയർ നൗ. ഐ എം സോറി. Don't be. സോ നീ എൻ്റെ വീട്ടിലേക്ക് ലഞ്ചിന് എപ്പോഴാണ് വരുന്നേ? എന്തേ, ഇവിടെ നടന്നൊന്നും പോരാഞ്ഞിട്ടാണോ? ആഹാ, നീ മാത്രം നിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തേനെ വഴക്ക് കേൾപ്പിച്ചു. എൻ്റെ വീട്ടിലേക്ക് നീ വരില്ലേ? ഓക്കെ, വാലിഡ് പോയിന്റ്. സോ സൺഡേ ഡൺ. രാജു, ലിഫ്റ്റിൽ കൊണ്ടുപോയി. താങ്ക്സ്. പോയാലോ? ഷുവർ. ഓ സോറി. അവൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അറിഞ്ഞ് ചെയ്യണേ. അമ്മ എന്നാ ചെല്ല. ശരി. ചേച്ചി, ചേച്ചിയുടെ കുഞ്ഞ് ഒരു മോനെയാണ്. എന്താടാ നേരക്കെട്ട് അവിടെ ബാക്കി കിട്ടാനുണ്ട്. വേഗം ചെല്ലേ, എല്ലാം കെട്ടിയിട്ട് വെക്കണം. മനസ്സിലായോ? പൂജയ്ക്കുള്ള സാധനങ്ങൾ പൊരിക്കൂ. പെട്ടെന്ന് അവിടെ അല്ല. തൻവി, മോളെത്തിയോ? വാ 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 വാ. മോളെ ഞങ്ങൾ നോക്കിയിരിക്കുവായിരുന്നു. ഒരുപാട് ജോലിയുണ്ട്. എന്താ ഇത്ര വൈകിയത്? ഇതുവരെ പ്രസാദം തയ്യാറാക്കിയിട്ടില്ല. പൂജാരി വന്നു. താമ്പൂലം റെഡിയാക്കാനുണ്ട്. വന്നേ വന്നേ വന്നേ.
പാചകമൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. എല്ലാ ജോലിയും പകുതിയായി കിടക്കുക. അതുപോട്ടെ മോക്ക് പാചകം അറിയോ? അല്ലെങ്കിൽ വേണ്ട, മോൾ ഇത്ര ഭംഗിയായിട്ട് ഒരുങ്ങി വന്നതല്ലേ, അടുക്കളയിൽ കയറി വെറുതെ ഡ്രസ്സെല്ലാം ഇല്ലാതാക്കണ്ട. ചേച്ചി പൂജാമുറിയിലുണ്ട്, മോള് പോയി അവളെ സഹായിക്കും. ചെല്ലും. അപ്പോഴേക്കും ഞാൻ പോയി ബാക്കിയുള്ള ജോലിയെല്ലാം തീർത്തിട്ട് വരാം. ഹേയ് തൻവി, വന്നോ? എന്താ ലേറ്റ് ആയത്? സഞ്ജു നേരത്തെ വരുന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ വന്നിരിക്കുക. സാരി വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള ഞാൻ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വരാം. നീ പൂജയുടെ കാര്യത്തിലൊന്ന് സഹായിക്കോ? ആ പ്ലേറ്റിങ് തരിക മോളെ, അതിങ്ങിട്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ വെക്കുക മോളെ. ആ തുണി ഇങ്ങോട്ട് എടുക്കുക. അവിടെ ഇരിക്കുന്ന തേങ്ങയും വാഴപ്പഴം ഇങ്ങോട്ട് എടുക്കുക. മോനെ പഴം കിട്ടുക. സഞ്ജു ഒന്നിങ്ങ വന്നേ. ആ കുങ്കുമവും ഭസ്മവും ഇങ്ങോട്ട് എടുത്തേ. തൻവി, കുഞ്ഞിന് ഈ പാലൊന്ന് കൊടുക്കോ, അവൻ ഉറങ്ങിക്കോളും. ഈ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. മോളെ ആ കെട്ടി വെച്ചിട്ട് പോവില്ലേ, അതിങ്ങ് തരിക. ആ മതി മതി മതി, അത്രയും മതി. ആ വിളക്ക് കൂടെ എടുത്ത് വെക്കേ. ആദ്യമായിട്ടാണ് കുഞ്ഞിനെ എടുക്കുന്നത്. അതെ, സൂക്ഷിച്ച് ലിവിംഗ് റൂമിൽ ഇരുന്നാ മതി. മോനെ ആ ദർഭ ഇങ്ങനത്തെ. ആഹാ, മോള് വന്നായിരുന്നു. രാവിലെ മുതൽ മോളെ കൊണ്ട് വെയിറ്റ് ചെയ്യായിരുന്നു. എന്താ ലേറ്റ് ആയത്? കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ചവള് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിക്കണോ നോക്കിയിരിക്കുക അവള്. ഇങ്ങതാ മോളെ. മോളെ കോഫി ഉണ്ടാക്കാൻ അറിയോ നിനക്ക്? ഒരു സ്ട്രോങ് കോഫി ഉണ്ടായിക്കൊണ്ടോ. പിന്നെ മോളെ വയസ്സായത് BP ഷുഗർ ഒക്കെ വിചാരിച്ച് ഷുഗർലെസ് കോഫി ഒന്നും ഉണ്ടായിക്കൊണ്ടിരില്ല. കുറച്ച് കൂടുതൽ ഷുഗർ ഇട്ടോ. പിന്നെ ഇത് ആന്റിയോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്നുവെച്ചാ അങ്കിളിന് ഷുഗർ ഉണ്ട്. എന്താ മോളെ, കോഫി ചോദിച്ചോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ തന്നെ 10 തവണ കുടിച്ചു കഴിഞ്ഞു. വാ, നമുക്ക് പൂജയുടെ കാര്യങ്ങൾ നോക്കാം. പ്രസാദമൊക്കെ കിട്ടിയോ? ഇവനെ കുട്ടിക്കാലം മുതൽ ഇങ്ങനെയാ, അമ്മ കൂടുതലാ. ശരി, ഞാൻ പോയിട്ട് വരാം ആന്റി. ഒരു മിനിറ്റ്. അയ്യോ ആന്റി, ഇതൊക്കെ എന്തിനാ? ആദ്യമായിട്ടല്ലേ ഇവിടേക്ക് വരുന്നത്. ഇത് വാങ്ങിക്കോ മോളെ. താങ്ക്സ്. ഇതുപോലെ പൂജയ്ക്കും വിശേഷങ്ങൾക്കും മാത്രമല്ല, മോൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. ശരി ആന്റി, പോയിട്ട് വരാം. പോയിട്ട് വരാം ആന്റി. ബൈ. ഞാൻ കൊണ്ടുപോയി വിട്ടിട്ട് വരാമേ. നമ്മുടെ വീട്ടുകാർ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് പൂജയുടെ ടെൻഷൻ ആയതുകൊണ്ട് നിന്നെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ടോർച്ചർ ചെയ്ത് കൊന്നേനെ. അങ്ങനെയൊന്നുമില്ല. യുവർ മോം ഈസ് സോ ക്യൂട്ട്. ആഹാ, താങ്ക് യു. ഏയ്, നിങ്ങൾ അത് തീർത്ത് സബ്മിറ്റ് ചെയ്തിട്ട് വന്നാൽ മതി. ഞങ്ങൾ പോവാം. പിടിക്ക്. 2 മിനിറ്റ് ഇരിക്കുന്നേ, ഞങ്ങളുടെ പണി എന്താ ഇപ്പൊ തീരും. 5 മിനിറ്റ് ലേറ്റ് ആയാലും 5 മാർക്ക് കുറയ്ക്കുമെന്നാ പറഞ്ഞേ. വലിയ പഠിപ്പിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ടാ. ഞാൻ സബ്മിറ്റ് ചെയ്തോളാം. ഇയാൾക്ക് വേറെ ഒരു പണിയില്ലേ? എപ്പോ നോക്കിയാലും എന്താ റെക്കോർഡ്സ് ഒക്കെ കഴിഞ്ഞോ? എന്തായാലും വലല് വീണില്ല. ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. അതിരിക്കട്ടെ, എന്താ കാര്യം? ടൂറിന് മുമ്പ് തൻവി എന്നെ ഒരു ദിവസം 3-4 തവണ കാണുമായിരുന്നു. 4 times. ടൂറിന് പോയപ്പോ എന്തുകൊണ്ടാണോ എന്തോ 1 മണിക്കൂർ ഇടവിട്ട് എന്നെ നോക്കാൻ തുടങ്ങി. ഞാൻ അവോയ്ഡ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചതാണ്. ഒരു തവണ പ്രണയത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാക്കുകൾ അവര് പോലും കേൾക്കില്ല. അതിപ്പോ ആരായാലും. ഇനിയിപ്പോ ആ പെണ്ണിനെ കണ്ട് ഞാനെങ്ങനെ മയങ്ങിപ്പോയാലൊരു ഫീൽ വന്നു. അയിനോ നീ ഷോക്കായതിൽ ഒരു തെറ്റുമില്ല. സത്യം പറഞ്ഞ ആ പെണ്ണ് ശരിക്കും ഭാഗ്യവതിയാ. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ലൈഫിൽ ആരുടെയെങ്കിലും കൂടെ സെറ്റിൽ ആവണം. അതെന്തുകൊണ്ട് അവളുടെ കൂടെ ആയിക്കൂടെ? അതിനെ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. അവള് തന്നെ പ്രേമിക്കുകയാണെങ്കിൽ എന്നെ ഹെൽപ്പ് എന്തിനാ? അവളെ ഒരു പെണ്ണ, മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയാൻ തീരുമാനിച്ചു. അതും അവൾ എന്നെ സ്നേഹിക്കുന്ന കാര്യം അവള് പോലും അറിയാതെ ഞാൻ അവളോട് പോയി പറയണം. ഒരുപാട് സന്തോഷിക്കും. അതുകൊണ്ട് ഞങ്ങൾ 2 പേർക്കും കൂടി നീ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ശരിയേട്ടാ, ഞാൻ വേണേ സംസാരിക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ, നീ ഒന്നും പറയണ്ട. കോളേജ് കഴിഞ്ഞ കോറിഡോറിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി. അതിനുശേഷം എല്ലാം ഞാൻ നോക്കിക്കോളാം. ഡൺ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എടാ, ഇവൻ ആക്ച്വലി 1.5 കണ്ണേ ഉള്ളോ?
അതുകൊണ്ടാണോ തൻവി ഇവനെ പ്രേമിക്കുന്നതായിട്ട് ഇവന് തോന്നുന്നത്? അവൻ 1.5 കണ്ണേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നൂടാ. അവൾ എന്നെയാ നോക്കുന്നെന്ന് അവനറിയണം. അല്ല, ഇനിയിപ്പോ തൻവിക്ക് 1.5 കണ്ണേ ഉള്ളൂ. അല്ലല്ല അല്ല, എനിക്കെന്തൊരു കുറവ്. കണ്ണു മണ്ണും തിരിച്ചറിഞ്ഞു വിടാ മരത്തിലെയാ. എന്താടാ ഇത്, ഒറ്റ ഡയലോഗ് തീർന്നോ? ഏയ്, എന്നെ നീ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ? നിന്റെ മുഖം എപ്പോഴെങ്കിലും നീ കണ്ണാടി കണ്ടിട്ടുണ്ടോ? എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാണ്. സൂക്ഷിച്ചോ. ചേട്ടാ, അത് വർക്കൗട്ട് ആയോ ചേട്ടാ? നുണയാ, എല്ലാം നുണയായിരുന്നു. എന്നെ കണ്ടിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രേ. എന്നെ ഇഷ്ടമാണെന്ന് അവളുടെ കണ്ണ് പറയുന്നുണ്ട്. ഇഷ്ടമായിട്ടും ഇഷ്ടമില്ലെന്നാണ് നുണ പറയുക. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്തോ? നിനക്ക് എന്തെങ്കിലും അറിയാവോ? അവളുടെ അച്ഛൻ റിട്ടയർഡ് മേജറാ. എനിക്ക് തോന്നി, അപ്പോഴേ തോന്നി. അവളുടെ പ്രോബ്ലം എന്നോട് തുറന്നു പറഞ്ഞതല്ലേ എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റൂ. ചെറിയ പെങ്കൊച്ച, ഡോണ്ട് വറി തൻവി. മുകളിലിരിക്കുന്ന ദൈവം തോൽവി സമ്മതിച്ച് നിന്റെ ഇഷ്ടപ്രകാരം എന്റെ അടുത്തേക്ക് തന്നെ അയക്കും. നോക്കിക്കോ, ഇത് സത്യം, ഇത് തന്നെയാണ് സത്യം. ഇവന്റെ കർണപുട്ടിയിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് ഒരു സാധനം മര്യാദയ്ക്ക് എടുത്ത് വെച്ചൂടെ? എല്ലാം എന്റെ തലവിധിയാ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇതെല്ലാം ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കണമല്ലോ. എന്റെ ജീവൻ എടുക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയച്ചാണെന്ന് തോന്നുന്നു. നിങ്ങളെ മക്കളെ ഞാൻ തന്നെ നോക്കണമല്ലോ. നീ നോക്കടാ, നോക്ക്. ഒന്നും അറിയാത്ത പോലെ നിന്റെ ചേട്ടനിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഇയാൾക്ക് ഇനി എന്ന് നന്നാവാനാ? ആ കൊച്ചിനൊന്ന് ഡൈപ്പർ മാറ്റിയിടണം. സമയം 1 മണിയായി. ഇതൊരു ഹോംവർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല. ഞാനിവിടെ കുക്കിങ്ങില്ല, ഓൺ കളില്ല. ഓഫീസിൽ നിന്നാണെങ്കിൽ കോളും വരുന്നുണ്ട്. ഇങ്ങർക്ക് മാത്രം ഇതൊന്നും അറിയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. കല്ലുപോലെ കുത്തിയിരിക്കുന്നുണ്ടല്ലേ മരത്തല്ലേ? ഒന്നും കൊടുക്കണം. നീ അതിര് കടന്ന് പോകുന്നുണ്ടേ. ഞാൻ കുറച്ചു നേരമായിട്ട് കാണുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല. നിങ്ങളുണ്ടല്ലോ, നിന്നെയാണെ തല്ലിയിട്ട് കാര്യമില്ല. എന്താ എന്താ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ തല്ലുവോ? എന്നെ കാണട്ടെ, ഒന്ന് തല്ലി നോക്ക്. നീ വാചോടിക്കാതെ പോവാൻ നോക്ക്. പോയി ഭക്ഷണം ഉണ്ടാക്ക പോ. ഞാൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലല്ലോ. ഇല്ല. അപ്പൊ വായടച്ച് മിണ്ടാതിരിക്കും. ഇന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം ഇല്ല. പുറത്ത് പോയി കഴിക്കാനും ഞാൻ സമ്മതിക്കില്ല. ഒരു ദിവസം പട്ടിണി കിടന്നാലേ താരൊക്കെ പഠിക്കൂ. അതിരിക്കട്ടെ, എന്താ ഉണ്ടായത്? എന്താന്നറിയില്ല. ഒരു ദിവസം ഇയാളെ പഞ്ചാര വാക്കിയിട്ട് ഞാൻ മയങ്ങി പോയതാടാ. എനിക്ക് ജീവിതത്തിൽ പറ്റിയ അബദ്ധം. എന്റെ തലയിലെഴുത്ത് അങ്ങനെ ആയിപ്പോയി. അപ്പോഴേ എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാ, ഇയാളുടെ ഈ മോന്ത കണ്ടപ്പോ നല്ലതുപോലെ ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതിയെന്ന്. എന്ത് പറയാനാ, ഞാൻ കേട്ടില്ല. അന്നൊക്കെ ദിവസവും ബീച്ചിൽ വെച്ച് മീറ്റ് ചെയ്യുമായിരുന്നു. എന്നും പൂവൊക്കെ വാങ്ങിക്കൊണ്ട് വരും. ആഹാ, ലൈഫ് മുഴുവൻ ഇങ്ങനെ ആയിരിക്കും ഞാൻ കരുതി. എന്നിട്ട് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. കാലത്ത് എഴുന്നേറ്റ ഇയാളുടെ ബെഡ് മുഴുവൻ വൃത്തിയാക്കണം, ഇയാളുടെ തുണിയൊക്കെ അലക്കണം, ഇയാളെ പോയിട്ട് വന്നതിന് ശേഷം ബാത്റൂം ക്ലീൻ ചെയ്യണം, ഇയാളുടെ 2 മക്കളെ പ്രസവിച്ചിട്ടില്ലേ അതിന്റെയൊക്കെ ചന്തിയും ഞാൻ കഴുകി കൊടുക്കണം. അതിനുശേഷം ഇയാൾക്ക് വെട്ടി വിഴുങ്ങാൻ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അത് പോരാഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയി ഇയാൾക്ക് സമ്പാദിച്ചും കൂടെ കൊടുക്കണം. ഇയാളൊക്കെ എന്താ ചെയ്യണ്ടേ? ഈ ചിമ്പാൻസി മോറിന് ഒരു കുഞ്ഞിനെ കൂടെ പ്രസവിച്ചു കൊടുക്കണമെന്ന്. ഇപ്പൊ ഉള്ള 2 എണ്ണം പോരാഞ്ഞിട്ട് ഇപ്പൊ ഞാനങ്ങ് പ്രസവിച്ചു തരാം. ഇവിടെ ഇരിക്കുന്ന സാധനം അപ്പുറത്തേക്ക് എടുത്ത് മാറ്റില്ല. ഫ്രിഡ്ജിൽ നിന്ന് ബോട്ടിലെടുത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തിരിച്ചത് അവിടെ തന്നെ കൊണ്ടുവച്ചാൽ എന്താ പ്രശ്നം? അതൊന്നും ചെയ്യില്ല. അതും ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം. കല്യാണത്തിന് മുമ്പ് ഒരു 4 ദിവസം ഇയാളുടെ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പൊ അറിയാന്ന് ഇയാളുടെ തനി സ്വഭാവം. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? നീയെങ്കിലും സൂക്ഷിച്ച് നടന്നോ അനിയ? നീ ആരെ കല്യാണം കഴിച്ചാലും ശരി, അവരും നമ്മളെ പോലെ മനുഷ്യരാണെന്ന് ഓർമ്മ വേണം. അല്ലാതെ തൊലി വെളുപ്പ് കണ്ട് റോഡിൽ കാണുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ, അവളും ഇതേ സ്വഭാവക്കാരിയാണെങ്കിൽ ഔട്ട്. നിന്റെ ജീവിതം കട്ടപ്പുകയാവും. ഓക്കെ, കാര്യം എന്താന്ന് വെച്ചാ, ഐ തിങ്ക് ഷീസ് റൈറ്റ് ഡാ. വാവ്, സീരിയസ്ലി യു ആർ തിങ്ക് ഷീസ് റൈറ്റ്? ദിസ് ഈസ് ന്യൂസ്. എന്ത് കാര്യത്തിനാടാ? അതേടാ, ദേ ഓൾ തിങ്ക് അബൌട്ട്. എന്നെ പറ്റി നിനക്കറിയില്ല, നിന്നെപ്പറ്റി എനിക്കറിയില്ല. പരസ്പരം നമ്മൾ മനസ്സിലാക്കണം. നിനക്കിഷ്ടമുള്ള എനിക്കറിയില്ല, എനിക്കിഷ്ടമുള്ള നിനക്കറിയില്ല. നമ്മൾ ഒരുമിച്ചിരിക്കണം ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ ഇതൊന്നും അറിയാതെ തന്നെ അവളെ എസ് പറഞ്ഞില്ലേ? ഐ നോ, ഐ ഡോണ്ട് ലവ് ഹർ ആൻഡ് ഐ വുഡ് ലവ് ടു സ്പെൻഡ് റെസ്റ്റ് ഓഫ് മൈ ലൈഫ് വിത്ത് ഹർ. അവളെന്തോ കോംപ്രമൈസ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. യു നോ, ഐ തിങ്ക് ഷീസ് ഡിസേർവ് ദാറ്റ് എക്സ്പീരിയൻസ്. ഒരു 4 ദിവസം സഞ്ജുവിന്റെ ലൈഫ് എങ്ങനെയാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം. ആൻഡ് ദാറ്റ്സ് വാട്ട് ഷീസ് വാണ്ടഡ്, റൈറ്റ്? ഓക്കേ, ബട്ട് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? അതാ മനസ്സിലാവാത്തെ. ശരി, 4 ദിവസം നിങ്ങൾ പുറത്തെങ്ങോട്ടെങ്കിലും പോ. ദാറ്റ് വോണ്ട് വർക്ക് ഡാ. ഈ അടുത്തല്ലേ ടൂറിന് പോയിട്ട് വന്നത്? ഓ, ഹൈദരാബാദിൽ ഉണ്ടാവണം, ഒരേ വീട്ടിൽ തന്നെ.
നമ്മുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കണം. കോളേജ്, ഫുഡ്, ട്രാവൽ എല്ലാം സെയിം ആയിരിക്കണം. പക്ഷെ ഒരുമിച്ചായിരിക്കണം. സിമ്പിൾ അല്ലേ? അവളുടെ വീട്ടുകാർ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് അപ്ലോഡ് ചെയ്താൽ പോരെ? അതെ അതെ അങ്കിൾ അങ്കിൾ, എന്റെ ഫ്രണ്ട് നിങ്ങളുടെ മോളും ഒരു 4 days നിങ്ങളുടെ വീട്ടിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കഴിഞ്ഞോട്ടെ. അങ്കിൾ ആന്റി നാട്ടിൽ എവിടെങ്കിലും പോയിട്ട് വന്നാൽ നന്നായിരിക്കും എന്ന് പറയണം. ഡെഫിനറ്റ് ആയിട്ട് പറയാം. ഇപ്പൊ തന്നെ അവര് പോയി തരും. അവനോട് വരാൻ പറ എന്ന് പറയുന്നാണോ? 3 days 4 nights with 3-star accommodation in Bangkok. Lunch, breakfast, dinner included. For just 29,999 only. പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സെയിം ടു സെയിം. ഫ്രീ ആണെങ്കിലോ? താങ്ക്സ് മോനെ. ബാങ്കോക്ക്. അവന്റെ ഒരു പ്ലാനും. ബാങ്കോക്കിലേക്കുള്ള കാശാര് കൊടുക്കും? നിന്റെ അച്ഛനോ? ജംഗൽ മേ മംഗൽ, a family reality show. ജംഗൽ മേ മംഗൽ. എന്താന്ന് വെച്ചാ ചെയ്. പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാലേ പെട്ടു. अच्छा जंगल में मंगल. Obviously, shopping first. Bangkok. ബാങ്കോക്ക്. ഓ, അപ്പൊ നമ്മുടെ മോളോ? മോൾ ഇപ്പോഴല്ലേ കോളേജിൽ നിന്ന് ടൂർ പോയിട്ട് വന്നത്. മാത്രമല്ല ഈ ഓഫർ എനിക്കും നിനക്കും ചന്ദൂരും പിന്നെ അച്ഛനുമാ. അപ്പോ അവർക്ക് നമ്മുടെ പേരൊക്കെ എങ്ങനെയാ മനസ്സിലായത്? നമുക്ക് ബെമ്പർ ഓഫർ തന്നവർക്ക് നമ്മുടെ പേര് അറിയാതിരിക്കോ? ഡാറ്റാബേസിൽ എല്ലാം ഉണ്ടാവും. നീ പോയി തുണിയൊക്കെ പാക്ക്. ഓക്കേ. अच्छा ഞാൻ ടോയ്സ് ഒക്കെ എടുത്തു വെക്കാം. ഗോ അങ്കിൾ. एयरपोर्ट एयरपोर्ट ये बात है क्या? अरे अपन को मालूम है, क्या टेंशन बोलो. ओ हिंदी करना. हाँ जी. भैया एयरपोर्ट उस तरफ है. बोला ना, अपन को मालूम है. फिर किधर जा रहे हो? तुम लोग को यही छोड़ा बोला. कौन बोला? वो लोग अपन को मालूम नहीं है. पैसा निकालो और गाड़ी से निकलो. ഞാൻ തന്നെ കാശ് തരണോ? मेरे पैसा नहीं पड़े. നിർത്ത്. ഓക്കെ ഗായ്സ്, നിങ്ങൾ റെഡിയല്ലേ? ഇതാ ഈ മാപ്പ് പിടിച്ചോ. ഈ മാപ്പിലുള്ളതുപോലെ ഫോളോ ചെയ്തോളാം. അതിനുശേഷം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ? ജംഗൽ മേ മംഗൽ കോർഡിനേറ്ററാ ഞാൻ. അതിന് ഞങ്ങളെ എന്തിനാ നട റോഡിൽ ഇറക്കിയത്? ഈ സമയത്ത് ബാങ്കോക്ക് ഫ്ലൈറ്റിൽ ഇരിക്കേണ്ടതല്ലേ? നിങ്ങൾ ബോസിനെ വിളിക്ക്. ഐ വിൽ കംപ്ലൈന്റ് ടു ദ പോലീസ്. ഐ വിൽ മീറ്റ് യു ദ കോർട്ട് ഓഫ് ലോ. ജസ്റ്റ് കൂൾ ഡൗൺ സർ. ആക്ച്വലി ജംഗൽ മേ മംഗൽ കോൺടെസ്റ്റ് വിൻ ആയവർക്ക് ബാങ്കോക്ക് ട്രിപ്പാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പെൻ ഡ്രൈവിൽ പെൻസിൽ വെച്ചതുകൊണ്ട് കമ്പ്യൂട്ടറിൽ വൈറസ് കയറിയത് കാരണം നിങ്ങൾ നേരത്തെ തന്നെ, അതായത് ഇതിനു മുമ്പ് തന്നെ വിന്നറായി സെലക്ട് ആയി സർ. അത് പ്രകാരം നിങ്ങളെ ബാങ്കോക്കിലേക്ക് പറഞ്ഞയക്കണ്ടേ? എന്നും കരുതി നിങ്ങൾക്ക് ഒന്നും തരാതെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കട്ടെ. മറ്റു കണ്ടസ്റ്റൻസ് അത് സമ്മതിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അല്പം ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം. ഒരുപാട് പേര് പലതരത്തിൽ ട്രൈ ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ അതുകൊണ്ട് വാ തുറക്കരുത് പ്ലീസ്. ഒരു കാരണവശാലും അനങ്ങരുത്. ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റില്ല. ഈ മാപ്പ് കയ്യിലിരിക്കട്ടെ. നെക്സ്റ്റ് ലോറി ആണെങ്കിൽ പോലും അതിൽ കയറിക്കോ. അവരെവിടെയാണോ ഇറക്കുന്നത് അവിടെ ഇറങ്ങിയാൽ മതി. ഈ മാപ്പ് അങ്ങനെ തന്നെ ഫോളോ ചെയ്തോ. വിന്നേഴ്സ് നിങ്ങൾ തന്നെയാ. ബാങ്കോക്കിലുള്ള 25 ലക്ഷം നിങ്ങൾക്ക് തന്നെ സ്വന്തം. അടിച്ചു പൊളിക്കാൻ നോക്ക്. അല്ല, നമ്മുടെ കൂട്ടുകുടുംബം എങ്ങോട്ട് പോയിന്നാ പറഞ്ഞേ? ബാങ്കോക്ക്. അല്ല, ഞങ്ങളുടെ അറിവില് ഇപ്പൊ ബാങ്കോക്കിലേക്ക് ഒരു ഡീലും ഇല്ലല്ലോ. അറിയില്ല. എന്തോ ബമ്പർ ഓഫർ അത്ര. ഓ, അപ്പോ ഈ 4 days നമ്മൾ ഇവിടെ തന്നെ കുറ്റിയടിക്കേണ്ടി വരും. ഓ, അതുകൊണ്ടാണല്ലേ അപ്പൊ ബാഗ് കൊടുത്തിട്ട് വന്നത്. ഐ ആം ഓൾവേസ് പ്രിപ്പയർഡ്, യു നോ. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം? ഇതാണ് ജംഗൽ മേ മംഗൽ. നമുക്ക് വീട്ടിലേക്ക് പോവാം. നന്ദു എഴുന്നേക്കടാ. അയ്യോ, ലാബുണ്ട്. സഞ്ജു ലേറ്റ് ആവുന്നു. സമയം എഴുന്നേക്ക്. വേഗം എഴുന്നേക്ക്.
അച്ഛാ, അച്ഛൻ ഞങ്ങളെ വിട്ടു പോയെന്നാ തോന്നുന്നത്. അച്ഛാ, എന്തു വെച്ചി? അച്ഛൻ ഉറങ്ങായിരുന്നല്ലേ? അച്ഛൻ ഉറങ്ങായിരുന്നേട്ടാ. ഞാൻ പേടിച്ചു പോയി. കണ്ണ് തുറന്നുറങ്ങുന്നതേ അച്ഛന്റെ ഒരു ശീല. ഞാനതങ്ങ് മറന്നുപോയി. അമ്മേ, ഇത് വല്ലാത്തൊരു ചതിയായി പോയി. എന്റെ ദൈവമേ. ഇപ്പൊ നമ്മൾ ഇവിടെയാണുള്ളത്. ഇനിതാ അങ്ങോട്ട് പോകണം. ഏത് ഭാഗത്തോട്ട്? ആ ഭാഗത്തേക്ക്. എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ലഞ്ച് ടൈമിന് അവിടെ എത്തില്ലെങ്കിൽ പിന്നെ കഴിക്കാനൊന്നും കിട്ടില്ല. ലഞ്ചൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എനിക്കിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം. എങ്കിലും ഒരടിയെങ്കിലും നടക്കാൻ പറ്റൂ. രാത്രി പിസ്സ പോലും വാങ്ങി തന്നില്ല. അതിൽ ചിപ്സ് ഉണ്ട്, അതെടുത്ത് കഴിച്ചൂടെ നിനക്ക്? എന്തുവാടാ ഇപ്പോഴാ കഴിച്ചു തീർത്തത്? അവൻ കഴിച്ചെന്ന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഒരടി പോലും എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അച്ഛാ, ഇനിയും കൂടെ മുറുക്കി കഴിഞ്ഞാലേ ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോവും. എടാ 7 മണിക്ക് വീട്ടിലേക്ക് വന്നേക്ക്, എൻജോയ് ചെയ്യാം. എടാ എനിക്ക് 7 മണിക്ക് ബാങ്കിൽ പോണം. എനിക്കാണെങ്കിൽ വേറെ ജോലിയുണ്ട്. അതെന്താ നിങ്ങൾ മാത്രം വരാത്തത്? എന്താന്ന് വെച്ചാ ചെയ്തോ. സംഗതി ഏറ്റു. ബൈ ബൈ. Here we go, princess. That's so sweet, honey. So, തരാന്ന് പറഞ്ഞത് തന്നില്ലല്ലോ. ഷിറ്റ്. അമ്മയില്ലെന്നുണ്ടെങ്കിൽ വേലക്കാരി പോലും ലീവായിരിക്കും. അല്ല, എന്തിനാ എന്നെ നോക്കുന്നേ? ഇത്രയും ക്ലീൻ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നാളെ ജോലിക്കാർ വന്ന് ക്ലീൻ ചെയ്തോളും. നാളെ വന്നില്ലെങ്കിലോ? നാളെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാടെ ചക്കരെ. പ്രോമിസ്. ഷോർ? നോക്കാം. എന്താ ഇവിടെ കിടക്കുന്നേ? പോയി കുളിച്ചിട്ടാ? ഇപ്പൊ സ്വിമ്മിംഗ് കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാ കുളിക്കാൻ പറഞ്ഞത്. ചെല്ലു. എന്താ നീ കുളിക്കാൻ പോവാണോ? അപ്പോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണോ കുളിക്കാൻ പോകുന്നേ? നോ, നീ അത്രയ്ക്ക് കൂടുതലൊന്നും ആഗ്രഹിക്കണ്ട. ഓൺലി സോലോ. Take the position. ചന്തു, ചന്തു, എടാ ചന്തു. എടാ ഞാൻ തന്നെയാ രാത്രിയിൽ ആലോചിച്ചത്. സത്യമാണ്, ഈ കാട്ടില് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ പവർ പോരാ, ദൈവത്തിന്റെ സഹായം വേണം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടായിരുന്നു. അതിലെ ഹീറോയുടെ ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയ ഒരു കാട്ടില് വീണു. അവരാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോ ഒരു മൃഗത്തിന്റെ രൂപത്തിൽ ദൈവം വന്ന് അവരെ ഇതിൽ രക്ഷിക്കുന്നുണ്ട്. സബാഷ് ചന്തു, അപ്പൊ നീ ദൈവത്തിന് റെഡിയാക്ക്. ഞാൻ നിവേദിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. സബാഷ്. ഇന്ന് കുറച്ച് ലേറ്റ് ആവൂടെ ചക്കരെ. ഫ്രണ്ട്സ് വോളിബോൾ മാച്ച് കളിക്കാൻ വിളിക്കുക. കുറച്ച് നേരത്തെ വരാൻ ട്രൈ ചെയ് പ്ലീസ്. ഞാൻ അവിടെ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ. ഷുവർ ഡാ. ഐ മിസ് യു. നീ ഇങ്ങനെ പറഞ്ഞ സ്വിമ്മിങ് മാച്ച് ഒന്നുമല്ല, ഉടനെ അങ്ങ് വരും ഞാൻ. ഓക്കെ ഫൈൻ. ബൈ 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 ബൈ. ഷിറ്റ്. സഞ്ജു വരട്ടെ, എന്നിട്ട് നോക്കാം.
Vishal. Yeah. Hey, come on. Come on, come on. അങ്ങനെ. Okay, guys. അപ്പൊ ഞാൻ ഇറങ്ങുവാ. അങ്ങനെയല്ലടാ. I will catch you guys tomorrow. Bye, 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 bye. ബൈ. എടാ നീയാ ഞങ്ങക്ക് പാർട്ടി തരേണ്ടത്. നീയല്ലേ ജയിച്ചത്. എന്നിട്ട് നീ പോയെങ്ങനെയാ? പോട്ടെ. കല്യാണത്തിന് മുമ്പ് തന്നെ നീ കുടുംബനാഥനായോ? എന്തിനാടാ നീ ഇത്ര വെപ്രാളം കാണിക്കുന്നത്? ഇരിക്കടാ. എടാ ഓ ബിയർ അടിക്കാനും അവളുടെ പെർമിഷൻ വാങ്ങണല്ലേ? ഇവൻ ഇങ്ങനെയൊക്കെ പറയും. നീ പൊയ്ക്കോ. ഒരു ബിയറിന് അവളുടെ പെർമിഷൻ വേണല്ലേ? എടാ, ഓ മതിയാക്ക്. നീ പൊയ്ക്കോ. കഷ്ടടാ. ഒരു ബിയറല്ലേ? 1 ബിയർ. 1 beer. ഇവനാണ് സത്യം. 1 ബിയർ. വാ ഇരിക്കെ. അങ്ങനെ വഴിക്ക് വാ. നീയാടാ ആൺകുട്ടി. ഹലോ പിസ്സ. ഷട്ട് അപ്പ് സായി. ഈ വീടിന്റെ അവസ്ഥ കണ്ടോ നീ? ഓംലെറ്റ് ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. വാവ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ പിന്നെ പാത്രക്കാരെ കഴുകുന്നേ ജോലിക്കാരെ വെച്ചിട്ടുണ്ടോ നീ? ഇവിടെ വേറെ ആരും ഇല്ലെന്നുള്ള കാര്യം മറന്നോ നീ? എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം അവിടെ തന്നെ കിടക്കട്ടെ. ഞാൻ എന്റെ പാട്ടിന് പോവാ. Sanju is home. How was your day? ഇന്ന് വോളിബോളിൽ ആ ജോണിനെ തോൽപ്പിച്ച് നിലംപരിശാക്കി കളഞ്ഞു. യു ഷുഡ് ഹാവ് കം. ഇന്നെന്താ ഭയങ്കര സുന്ദരിയായിരിക്കുന്നല്ലോ. പിസ്സ. ഏയ് ഓ മേഡത്തിനെ ആദ്യം കെട്ടിപ്പിടിക്കാത്തതിന്റെ ദേഷ്യമാണോ? Don't touch me, you're filthy. ഞാനോ? എവിടെ? ഇവിടെ? അത് ഇവിടെ? Hey, stop it, Sanju. I'm pretty mad at you, okay? എത്ര? ഇത്രയാണോ? അതോ ഇത്രയാണോ? അല്ലെങ്കിൽ ഇത്രയാണോ? Stop it, please. എന്താ? നീ കുടിച്ചിട്ടുണ്ടോ? ഞാനോ? ശേ ഇല്ലല്ലോ. Oh, stop it. Oh, I hate you. I totally hate you. Stop it, Sanju. Stop it, please. Sanju, please stop. Stop it. Sorry, da. I'm really sorry. I'm really embarrassed what about last night. ഇനി ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യം. കമോൺ ഞാൻ സോറി പറഞ്ഞില്ലേ.
ഒരുപാട് തവണ ഞാൻ കേട്ടതാ. ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്. വാട്ട്? ഈ ഒരു ചെറിയ കാര്യത്തിനോ? ഇത് ചെറിയ കാര്യോ? ഇത് ചെറിയ കാര്യോ? ശരി, അത് വിട്ടേക്ക്. വീട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാ പോയത്? ഹാഫ് ആൻ അവറിൽ വരാന്ന് പറഞ്ഞു. എന്നിട്ട് 11 മണിക്കാ വന്നത്. അതും കുടിച്ചിട്ട്. On top of that, you try to take advantage of. Yes, you did. You tried to. Just get out of my house. This is freaking ridiculous. ഇനി നീ ഒരു വാക്കും വേണ്ടിയോ? I don't know what I'll do. അതല്ലടാ. എനിക്കിനി പോലീസിനെ വിളിക്കേണ്ടി വരും. Out. Get out. നീ മറന്ന ലോകം ഹൃദയമോ സ്വയമകന്നതിന്റെ എൻ മനസ്സിലന്നേ തെന്നില വിട പറഞ്ഞു പോയോ ഞാൻ നിനക്കായി മിഴിനീർ ചിന്തിടുമോ നീ മറന്നു പോയോ നീ അരികയാണെന്നോർത്തല്ലോ ഈ സമയത്തും ഇനി എന്തേ നീ മൂകം അകന്നില്ലേ ആനന്ദം പരിഭാവമിതോ സഹജം മിഴിനീർക്കനവിൽ വാസം നീ മറന്ന ലോകം ഹൃദയമോ സ്വയമകന്നതിന്റെ എൻ മനസ്സിലൊന്നേ തേന്നില വിട പറഞ്ഞു പോയോ എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. പോകൂ ക്ഷണം ഇതാണ് പഠനം വരൂ ക്ഷണം നിരഞ്ജന അതൊക്കണം പരാതി എന്നും നിരന്തരം അറിഞ്ഞുവോ തീരാ ദുഃഖ നിരാഴി തന്നിൽ വീടേക്കിടാം തെറ്റിൻ പിഴ ഇതു തമ്മിലടുപ്പവും തെറ്റലും ആ പരിഭവ സങ്കടമൊപ്പലും ചിരിമായലും തെളിയലും വിധം മനസ്സ് നോവണു വിങ്ങണ് നോവേ പേരേതോ ഇനി എന്തേ നീ മൂകം അകന്നില്ലേ ആനന്ദം പരിഭാവമിതോ സഹജം മിഴിനീർക്കനവിൽ വാസം ശത്രുവിതാകുമോ എനിക്കെന്നും മിത്രമിതാവുമോ എന്തെന്തേ നോവിൻ മാങ്കനി മനസ്സിലിങ്ങനെ എങ്ങനെ എന്നിനി നാം ചേരുന്നു ഇനി എന്തേ നീ മൂകം അകന്നില്ലേ ആനന്ദം പരിഭാവമിതോ സഹജം മിഴിനീർക്കനവിൽ വാസം എടാ ഒന്ന് നിക്കടാ 50% ഓഫ് ഉണ്ടെന്ന് നീ ഇതൊന്ന് പിടിച്ച ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ കുറച്ച് ഡ്രസ് എടുത്തതല്ലേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം. 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറാകും. നീ എന്താടാ അളിയനെ പോലെ സംസാരിക്കുന്നത്? ഇത് പിടിക്ക.
ശരിക്കും നിങ്ങൾക്ക് ഈ ഷർട്ട് നന്നായിട്ട് ചേരും. അതന്നെയല്ലേ ഞാനും പറഞ്ഞത്. ശരിക്കും ഹാൻസം ആയിരിക്കും. ശരി ശരി. എടാ സഞ്ജു, നീ എന്താ ഇവിടെ? ചേച്ചിയുടെ കൂടെ ഷോപ്പിങ്ങിന് വന്നതാ. എവിടെ? എന്നിട്ട് ആളെവിടെ? മന്ദറിൽ 50% ഓഫ് ഉണ്ട്. മന്ദറിൽ 50% ഓഫോ? ഇതൊക്കെ ഒന്ന് പിടിച്ച ഞാൻ ഇപ്പൊ വരാം. എടി നീ ഇപ്പൊ കുറച്ച് ഡ്രസ് എടുത്തല്ലേ ഉള്ളൂ. ഞാൻ 2 മിനിറ്റിനുള്ളിൽ വരാം. അതൊക്കെ പറയും 2 മണിക്കൂർ എടുക്കും. നിങ്ങൾ ഇതൊന്ന് പിടിക്ക, ഞാൻ ഇപ്പൊ വരാനേ. കം. ചേട്ടനും ചേച്ചിയും തമ്മിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം? അല്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയല്ലോ അല്ലേ? പ്രോബ്ലംസോ? ഓ, നീ അന്ന് കണ്ടതല്ലേ, അതൊക്കെ ചെറുതല്ലേ. ഓ താങ്ക് ഗോഡ്, ഐ വാസ് സോ സ്കേർഡ്. നിങ്ങൾ രണ്ടുപേരും പിരിയോന്നായിരുന്നു എന്റെ പേടി. പിരിയാനോ? ആ ചെറിയ വഴക്കിനോ? അത് ചെറിയ വഴക്കായിരുന്നോ? നോക്കനിയ, വഴക്കിടാത്ത ഒരു കുടുംബവും ഉണ്ടാവില്ല, ചെറുതായാലും വലുതായാലും. അതൊക്കെ കോമണാ. പക്ഷേ വഴക്കുണ്ടാക്കുന്നതും സോറി പറയുന്നതും പിന്നെയും വഴക്കുണ്ടാക്കുന്നതും പിന്നെയും സോറി പറയുന്നതും ദേഷ്യം വരില്ലേ? വേറെ ഒരു വഴിയില്ല. നിന്റെ സമയമായെന്നാ തോന്നുന്നത്. ഗീതോപദേശം വേണ്ടി വരും. പാർത്ഥ, എന്താ നിന്റെ സംശയം? ചോദിക്കൂ മകനെ. എങ്ങനെയാ സ്വാമി? സ്ത്രീകളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ഓപ്പണിംഗ് ക്വസ്റ്റ്യൻ തന്നെ ബൗൺസർ ആക്കില്ല. എങ്ങനെയാ മകനെ? ഈസി ക്വസ്റ്റ്യൻ ചോദിക്കേ. ശരി സ്വാമി. ആ, ഈ സ്ത്രീകളുമായി വഴക്കുണ്ടാക്കുമ്പോ നമ്മൾ എങ്ങനെ ജയിക്കുക? വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങിക്കോണം. അതെന്താ സ്വാമി? അതങ്ങനെയാണ് നീ. സ്ത്രീകളുമായിട്ട് വഴക്കുണ്ടാക്കിയാൽ ഒരു പുരുഷനും ജയിക്കാൻ കഴിയില്ല. പക്ഷെ അന്ന് അങ്ങ് അത്രയും വഴക്ക് വാങ്ങിയിട്ട് അവിടെ തന്നെ ഇരുന്ന് കളഞ്ഞ എന്തിനാ സ്വാമി? അന്ന് ഞാൻ അവിടെ നിന്നിട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞത്? കൺഫ്യൂഷൻ ആയിപ്പോയോ? ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ കൺഫ്യൂഷൻസ് എല്ലാം ക്ലിയർ ആയിക്കോളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരി, ഇതെങ്കിലും പറ. എനിക്ക് അവളുമായിട്ട് വഴക്കേ ഉണ്ടാക്കണ്ട. അതിനെന്താ ഇപ്പൊ ചെയ്യാ? എടാ ഭ്രാന്ത, അത് നിന്റെ കയ്യിലുള്ള കാര്യമേ അല്ല. ശരി, ഒരുപക്ഷെ വഴക്കുണ്ടായാലും അതെന്റെ തെറ്റാണെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അവളുടെ തെറ്റാണെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്യണ്ടേ? ഭ്രാന്തനായ പാർത്ത, തെറ്റ് ആരുടെ ഭാഗത്തായാലും സോറി നീ തന്നെ പറയണം. അതെന്തിനാ സ്വാമി? എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോജിക്കലായിട്ട് ആർഗ്യൂ ചെയ്യണം. അവരാണെങ്കിൽ ലോജിക്കലായിട്ട് ഒരു ബന്ധവുമില്ലാതെ സംസാരിക്കും. അതുകൊണ്ട് എപ്പോഴും അവർ കറക്റ്റ് ആയിരിക്കും. അതെന്താ സ്വാമി അവര് മാത്രം കറക്റ്റ്? ലോജിക്കുമായിട്ട് ബന്ധമുള്ളവർക്ക് മാത്രമേ ശരിയും തെറ്റും മനസ്സിലാക്കാൻ അറിയൂ. യാതൊരു ബന്ധവുമില്ലാതെ സംസാരിക്കുന്നവർ എപ്പോഴും കറക്റ്റ് ആയിരിക്കും. എങ്ങനെയാ സ്വാമി? ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് പറയാൻ പാടില്ല. എങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണ് പാർത്ത. ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്ന് പറയൂ സ്വാമി. അഥവാ എന്തൊക്കെ സംഭവിച്ചാലും അവർ ടാപ്പ് ഓൺ ചെയ്യാതെ നോക്കണം. എന്ത് ടാപ്പാ സ്വാമി? വെള്ളത്തിന്റെ ടാപ്പാനിയ. അതുമൂലം സുനാമി വരെ ഉണ്ടാവാം. അതുകൊണ്ട് സൂക്ഷിക്കണം. അതേട്ടാ, ബില്ല് പേ. ഇതാരുടെ സാരിയാ? അത് നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നല്ലേ? അതെ അതെ, തന്നോട് താങ്ക്സ് പറയണ്ടേ. നെക്സ്റ്റ് സാറ്റർഡേ വീണ്ടും ഒരു ഓഫർ ഉണ്ട്, വന്നാലോ? ഓ യെസ്, സാറ്റർഡേ വന്നാലോ? എന്താണോ നിന്നെ ഇപ്പൊ വീട്ടിലോട്ടൊന്നും കാണാത്തത്? ഇന്ന് പാൽപ്പായസം ഉണ്ടാക്കുന്നുണ്ട്, മറക്കാതെ വൈകിട്ട് വീട്ടിലോട്ട് വരണം. മറക്കരുത്. അത് ഞാൻ പിടിക്കാം. ശരി, ഓക്കെ, ഞങ്ങൾ പോവാ. ബൈ. വൈകിട്ടൊക്കെ എത്തിക്കണേ. ലഗേജൊക്കെ എടുത്തല്ലോ? ആ, എല്ലാം എടുത്തിട്ടുണ്ട്. ശരി. എടാ മോനെ, എയർപോർട്ട് വരെയെങ്കിലും ഞങ്ങളൊന്ന് വന്നോട്ടെ. അയ്യോ അമ്മേ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ വരണ്ടെന്ന്. എയർപോർട്ടിൽ ഒന്ന് വെറുതെ സീൻ ഉണ്ടാക്കണ്ട. 6 മാസം കഴിയുമ്പോൾ ഞാനിങ്ങ് വരില്ലേ? എടി 6 മാസം കഴിയുമ്പോൾ അവൻ വരുമല്ലോ. കരഞ്ഞോണ്ട് നിൽക്കാതെ നീ അവനെ യാത്രയാക്കാൻ നോക്ക്. All the best, my son. ബൈ. അവിടെ എത്തിരി വിളിക്കണേ. ബൈ. അയ്യോ, എന്നെ ആരാണ് ചവിട്ടിയ? ആരാണ് എന്നെ ചവിട്ടിയ? നീ എന്താ ഇവിടെ? ആ
ആ ചോദ്യം ഞാനാ ചോദിക്കണ്ടേ? ഞാൻ എന്താ ഇവിടെ കെട്ടിയിട്ട് സമ്മതിക്കുന്നു കരുതിയോ നീ? ഞാൻ ചത്താലും സമ്മതിക്കില്ല. അതെ, നീ വലിയ സത്യവാൻ സാവിത്രിയല്ലേ. നിന്നെ കെട്ടിയിട്ട് സമ്മതിപ്പിക്കുന്ന സീനല്ല ഇവിടെ. അയ്യടാ, പിന്നെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നെ? ഏയ്, നിനക്കത് മെന്റലാണോ? ഞാൻ മറന്നു, നീ അല്ലെങ്കിലേ മെന്റൽ ആണല്ലോ. എനിക്ക് മെന്റൽ എന്നോ? നിനക്കാ മെന്റൽ. മെന്റൽ ആയതുകൊണ്ടാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നെ. നിന്നെ അകത്താക്കിയിട്ട് രണ്ട് പൊട്ടിക്കേണ്ടതായിരുന്നു. ഞാൻ മിണ്ടാതിരിക്കുമ്പോ നീ തലേ കയറുവാണോ? നീ ആരാന്നാണ് ഇതിന്റെ വിചാരം? എന്നെ വാടി വാടി വാടി. രണ്ടുപേരും കെട്ടിട്ടിട്ട് നീ കെട്ടിയിട്ടല്ലേ നീ കെട്ടിയിട്ടില്ലേ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കണോ? ബ്രെയിൻലെസ് ടോം ആൻഡ് ജെറി. വഴക്കുണ്ടാക്കാൻ ഒരു കാരണമെങ്കിലും വേണ്ടേ? ഒരു കാരണമില്ലാതെ വഴക്കുണ്ടാക്കിയോളൂ അല്ലേ? അതുകൊണ്ട് തന്നെയാ കെട്ടിയിട്ടിരിക്കുന്നത്. നന്ദു ആടാ, ഞാൻ തന്നെയാ. നന്ദു, നിന്നെ ആഹാ, അപ്പൊ മറ്റേ രണ്ട് കുരങ്ങളും അവിടെ തന്നെ ഉണ്ടല്ലേ? അതേടാ. എടാ വിവരം കേട്ടോമാരെ, ഈ സമയത്ത് എയർപോർട്ടിലായിരിക്കണം. എന്റെ ഫ്ലൈറ്റ് എങ്ങനെ മിസ്സായോണ്ടല്ലോ. എന്താ ചെയ്യാന്ന് കേട്ടോ? നീക്ക് എവിടെയാണ്? എന്താ ഇത്? ഇതിനെ ഇലക്ട്രിക് ഷോക്ക് എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ? അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇതൊന്നും ആയിക്കൂടെ? നിങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഞാനിപ്പോ എന്ത് പറയാനാ? നത്തിങ്. തൻവി മോളെ, നിനക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മോളെ? ചേച്ചി, എനിക്കെല്ലാം നന്നായിട്ട് മനസ്സിലായി. ദാ ഇപ്പോ നോ ക്വസ്റ്റ്യൻസ്. ഇനി രണ്ടുപേരും നന്നായിട്ടൊന്ന് സെറ്റിലായേ. കാണുന്നുണ്ട് ഇവിടെ ഞങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കൊള്ളാം, അതും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവിടെ? സോറിടാ, നിങ്ങളിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഗൈസ്, നിങ്ങളെ രണ്ടുപേരെ വേണമെങ്കിൽ ഒരു റൂമിൽ കെട്ടിയിടാം. പക്ഷെ നിങ്ങളെ കൊണ്ട് പ്രേമിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമില്ലെന്നാ നിങ്ങൾ രണ്ടും വിചാരിക്കുന്നത്. അതുണ്ടെന്നാ ഞങ്ങൾ കരുതുന്നത്. നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന കണ്ട് രസിക്കാനല്ല ഞങ്ങൾ ഇത് അറേഞ്ച് ചെയ്തത്. വി ആർ പ്രൊവൈഡിങ് വിത്ത് യു മീഡിയം. ഞങ്ങൾ കോളേജിലേക്ക് പോവാ. നിങ്ങൾ ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? അതെന്തായാലും ഞങ്ങൾ തിരികെ വരുന്നതിന് മുമ്പ് ഡിസൈഡ് ചെയ്യണം. എന്താ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കണോ? ഇവളുടെ കൂടെയോ? എന്റെ കൂടെയോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്നെ കൊണ്ടും പറ്റില്ല. കഷ്ടപ്പെടൊന്നും വേണ്ട, അത് പൊട്ടില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാ പറയുന്നത്, ഒരാളെ കഷ്ടപ്പെടുത്തി അതിന്റെ പാപം അനുഭവിക്കേണ്ടി വരുമെന്ന്. ഓഹോ, അതുകൊണ്ടാണോ നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത്? നോക്കിയേ. എന്താടി? എന്താ നിന്നെ ഇങ്ങനൊന്നല്ല, എന്റെ അച്ഛനോട് പറഞ്ഞു നിന്നെ അകത്താക്കി രണ്ട് തല്ലു കുടിക്കണം. അപ്പോഴേ മനസ്സിലാവും. ആര്? നിന്റെ അച്ഛനോ? തേങ്ങയാ. 4 ദിവസം കാട്ടിലെ ഇല കഴിച്ചപ്പോ തന്നെ നിന്റെ അച്ഛനൊരു വഴിക്കായി. ഇനി 4 ദിവസം കൂടെ അവിടെ തന്നെ ഇടണം. പിന്നെ ആദിവാസികളെ പോലെ അവരുടെ ഭാഷയിലെ കൊക്കരക്കോ എന്ന് കൂവിക്കൂവി നടക്കും. നിന്റെ അച്ഛനോട് പോയി പറ. ഓ, എനിക്ക് പേടിയൊന്നുമില്ല. ഇങ്ങോട്ട് തൻവി, പറയുന്നേക്ക്. തൻവി വേണ്ട, പറയുന്നേക്ക്. വേണ്ട, ഞാൻ പറയുന്നേക്ക്. എറിയരുത്. ഓവറായിട്ട് അഭിനയിച്ചതൊക്കെ മതി, നിർത്ത്. ഓക്കേ, ഐ ആം സോറി. യു ബെറ്റർ ബി. വീണ്ടും തുടങ്ങിയോ? നിനക്ക് നാണല്ലേ? നീ എന്നോട് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തിട്ടും എന്റെ വീട്ടിലുള്ള ആൾക്കാരെ അത്ര ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടും ഞാൻ നിന്നോട് സോറി പറഞ്ഞ നിന്നൊക്കെ കൊന്നു കളയേണ്ടതാ. ഇറ്റ്സ് മൈ ഫോൾട്ട്. ഐ ആം റിയലി സോറി. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഐ ആം റിയലി സോറിടാ. ഈ അപ്പോളജി പോരെന്നുണ്ടെങ്കിൽ നീ എന്നെ വീട്ടിലേക്ക് വീണ്ടും ലഞ്ചിന് വിളിച്ചോ. നിന്റെ വീട്ടുകാർ എന്നോട് പ്രതികാരം ചെയ്യട്ടെ. This doesn't fix anything. I still hate you. പക്ഷേ അങ്ങനെ ഒരു കുരുട്ടുപൊത്തി നിനക്ക് എങ്ങനെയാ തോന്നിയത്? ജംഗൽ മേ മംഗല. What kind of a sick person are you, Sanju? ഒരു തവണ ആലോചിച്ച് നോക്കിയേ. ദാറ്റ്സ് എ ബ്രില്യന്റ് ഐഡിയ, യു നോ. എന്നാലും ആ ലെറ്ററിനെ വിശ്വസിച്ച് പോകാൻ നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നിന്റെ അച്ഛൻ ആലോചിക്കില്ലേ? പറ്റിക്കുന്നവർ എപ്പോഴും തെറ്റിയണമെന്നില്ല. പറ്റിക്കപ്പെടാൻ ആൾക്കാരുള്ളിടത്തോളം പറ്റിക്കാനും ആൾക്കാരുണ്ടാവും. ഇതുപോലുള്ള കുരുട്ടുപൊത്തി മാത്രം നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം, മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി. കറക്റ്റ്. ഇതും എന്റെ തെറ്റ് തന്നെയാ. ഐ ആം സോറി. ഐ ആം സോറിടാ. ഞാൻ ഇത്രയും സോറി പറഞ്ഞില്ലേ?
was really scared. എന്റെ ലൈഫിൽ ഒരിക്കലും അന്നത്തെ പോലെ ഞാൻ പേടിച്ചിട്ടേ ഇല്ല. അത്രമാത്രം ഞാൻ പേടിച്ചുപോയി. ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. എന്നോട് ക്ഷമിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അത് ചോദിക്കാനുള്ള യോഗ്യത എനിക്കില്ല. ഐ നോ, ആ ദിവസത്തിന് ശേഷം ഐ നോ ഹൗ യു ഫെൽറ്റ്. പ്ലീസ് ഡാ. പ്ലീസ് ഡോണ്ട് ക്രൈ ഡാ. ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. ഓക്കെ ആണോ? ഐ പ്രോമിസ്. It was this to give me back. No. So how now I get you back? ചില റൂൾസ് പാലിക്കേണ്ടി വരും. Definitely. പാചകം ഞാൻ ചെയ്തോളാം. പാത്രമല്ല നീ കഴുകണം. Okay. തുണിയൊക്കെ നീ തന്നെ അലക്കണം. വീട് നീ തന്നെ വൃത്തിയാക്കണം. ഓക്കെ? അപ്പൊ നീ വേലക്കാരിയെ വെക്കുന്നില്ലേ? അമേരിക്കയിലുള്ള വേലക്കാരികളൊക്കെ എക്സ്പെൻസീവ് അല്ലേ? ഓ, ഇതെല്ലാം അമേരിക്കയിലാണോ? എല്ലാ ജോലിയും ഞാൻ നോക്കുകയാണെങ്കിൽ പിന്നെ നിനക്കെന്ത് ജോലി അവിടെ ഉള്ളേ? ഞാൻ TV കണ്ടോണ്ടിരിക്കും. ഓക്കെ. സർ, നല്ല സീൻ. സോറി, സംഭവം കൊള്ളാം. പക്ഷേ സിനിമയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വേണം. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോ നമ്മുടെ തുളസി എന്തായാലും ഒഴിഞ്ഞു പോയല്ലോ. അപ്പോ ആ തുളസി വന്ന് ഹീറോയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഹീറോയുടെ പാസ്പോർട്ട് അങ്ങ് കത്തിച്ചു കളഞ്ഞു. സോ നാച്ചുറലി ഹീറോ പാസ്പോർട്ട് വാങ്ങാൻ വേണ്ടി എങ്ങോട്ട് പോകും? അലുമിനിയം ഫാക്ടറിയിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു 30 ഫൈറ്റേഴ്സും ചെന്നൈന്ന് ഫൈറ്റ് മാസ്റ്ററും ഒരു സൂപ്പർ ബോംബ് പ്ലാസ്റ്റിക് ഫൈറ്റ് വെക്കണം. അതിനുശേഷം നാച്ചുറലി ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യുന്നു. അതൊരു ഫ്ലോയിലങ്ങ് പോകും. എനിക്ക് മാത്രം സീൻ അങ്ങനെ ഇരിക്കട്ടെ. കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സർ, എന്തിനാ സർ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നീ അത് ഫിക്സ് ചെയ്തോ കുട്ടി, സൂപ്പർ ആയിരിക്കും. പോയി നീ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വാ. ഇൻഡസ്ട്രി നമുക്ക് മാറ്റിമറിക്കാം. ബിലീവ് മീ. അല്ല സർ, ഹീറോ ഞാൻ എന്തു പറ്റി? നന്നായിട്ടുണ്ട്. കുറച്ച് ചേഞ്ചസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഇതിനു മുന്നത്തെ 30 മുഖങ്ങളും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? യാ, ബട്ട് ആക്ഷൻ സീക്വൻസ് വേണമെന്ന്. അതിരിക്കട്ടെ, നിനക്ക് തുളസി ഓർമ്മയുണ്ടോ? ആ, അതെ ഓർമ്മയുണ്ട്. എന്താ? നീ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് നിന്നെ കിഡ്നാപ്പ് ചെയ്തില്ലായിരുന്നോ? അതിനു മുന്നേ എങ്ങാനോ ആ തുളസി പാസ്പോർട്ട് കത്തിച്ചു കളഞ്ഞ് ഏതെങ്കിലും പഴയ അലുമിനിയം ഫാക്ടറിയിൽ പോയി അവനോട്ട് വഴക്കുണ്ടായോ? അവനോട്ട് എനിക്കെന്ത് വഴക്ക? അവനൊരു പ്രാന്തനല്ലേ? ഞാനും അതാ ആലോചിച്ചത്. അവനായിട്ട് നിനക്ക് ഇതിനെ വഴക്ക്? ശരിക്കും ഒരു പോക്കിരി. അവനിൽ ഒരുപാട് കഥ എഴുതി തോന്നുന്നുണ്ടല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഗെറ്റ് ടുഗദർ വെച്ചിട്ട് ഒരുപാട് നാളായില്ലേ. ലെറ്റ്സ് മീറ്റ് അപ്പ് ദിസ് വീക്കെൻഡ്. ആ, കാണാം. എന്താ, എന്തു പറ്റി? ഒന്നുമില്ലടി. നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് തന്വി അവളുടെ വീട്ടിൽ പോയി പിക്ക് ചെയ്യണം. മാഡം ദേഷ്യത്തില. ഓ, ഇപ്പോഴും വഴക്കൊക്കെ ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? അതിന് മാത്രം എന്താ പറഞ്ഞേ? ഞാനതിനെന്ത് പറയാനടി? കാലത്ത് കുളിക്കാൻ പോയപ്പോ ടവല് മറന്നുപോയി. അതിനൊരു വഴക്ക്. നിനക്ക് ടവൽ എടുത്തു തരാനാണ് ഞാൻ നിൽക്കുന്നതെന്ന്. ഓ, ഇത്രയും ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കുന്നതല്ലോ. അതായത് ഇന്നലെ ഞാൻ മറന്നു വെച്ചോ. മെനഞ്ഞാന്ന് അങ്ങനെ തന്നെ ആയിരുന്നു. ശരിയടി, നിന്നോട് തന്നെ മറച്ചു വെച്ചിട്ട് ഒരാഴ്ചയായിട്ട് ഷോപ്പിംഗ് പറഞ്ഞ് ജീവൻ എടുക്കുക. പണം കൊടുക്കാം, അവളുടെ അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ എന്തിനാ അതിന്റെ ഇടയില്? വേസ്റ്റ് ആണോ ക്യാരി ബാഗ് തൂക്കിക്കൊണ്ട് പോവാൻ? അങ്ങനെ പറ. നിന്റെ വിധി ആരെ കൊണ്ട് മാറ്റാൻ കഴിയില്ല. ഫ്രൈഡേ ഫോൺ ചെയ്യാം, സാറ്റർഡേ രാവിലെ ഫോൺ ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഗെറ്റ് ടുഗദർ. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോ ഒന്നിച്ചിരിക്കുന്നോ അപ്പൊ ഗെറ്റ് ടുഗദർ. ശരി. അതിരിക്കട്ടെ, നിന്റെ ജീപ്പ് എവിടെ? എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ജീപ്പ് യൂസ് ചെയ്യുന്ന അവളാണോ? ബൈക്ക് ഞാനാ യൂസ് ചെയ്യുന്നത്. ഓ, പ്ലീസ് ഡാ ചക്കരെ, വീട്ടിലേക്ക് വാ. ഈ ആംഗിളിൽ നിന്നെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? ചോക്ലേറ്റ്. ഓ ശരി, പോട്ടെ. നെക്ലസ്. So
എടാ അവളെ കണ്ടോ? കണ്ടു. കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു. അതാ പറഞ്ഞത്, കല്യാണത്തിന് ശേഷം അവൾ എന്നെ തന്നെ നോക്കുന്നത്. പോടാ. ലേസ് ഇരുന്നിട്ടേ കഴിക്കുള്ളൂ, ഇരുന്നോണ്ടേ കഴിക്കുള്ളൂ. സൂപ്പർ ഫിഗർ. നമുക്ക് എന്തിനാ ചേട്ടാ വഴക്കൊക്കെ? തുളസി, ഫോളോ മീ.